നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവവചനം ധ്യാനിക്കുവാനും അവിടുന്ന് തന്ന നല്ല അവസരങ്ങൾക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു യാത്രയോടുള്ള ബന്ധത്തിൽ കേരളത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാരണമാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു സാങ്കേതിക തടസ്സം വന്നത്. എനിവേ, നമുക്ക് നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് പല പല കാര്യങ്ങളുമൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെയൊക്കെ സംസാരിച്ചു വന്ന കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ഒരു വലിയ കോൺഫറൻസ് അവിടെ നടന്നു. ആ കോൺഫറൻസിനോടൊക്കെയുള്ള ബന്ധത്തിൽ അതിലെ പ്രസംഗങ്ങളും അതിലെ നടപടിക്രമങ്ങളും ഒക്കെ മലയാളി കമ്മ്യൂണിറ്റിയുടെ നടുവിൽ വലിയ ചർച്ചയ്ക്കിടയാക്കി. അത് കുറേ ദിവസങ്ങൾ അങ്ങനെ ആ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പോയി. എന്നാൽ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആദ്യമേന്ന് ഒന്നും പറയാറില്ല, പിന്നെ പതിയാണ് പലതുമൊക്കെ പറയാറ്. അത് ആത്മീയ വർധന വരുത്തേണ്ട വിഷയങ്ങളോ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളോ കൂട്ടു സഹോദരങ്ങളെ ഉത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, വ്യാപകമായ നിലയിൽ അത് അവിടെ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലും, വിശേഷിച്ച് ബാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളിലൊക്കെ ഉണർവെന്നുള്ള പേരിൽ പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെയെല്ലാം ആളുകൾ വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല, വീഴ്ത്തുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവ് എന്ന വ്യാജേന ആളുകളെ വീഴ്ത്തുന്ന ഒരു നില നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മെജോറിറ്റിയും വിശ്വസിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്കാണെന്നുള്ള നിലയിലാണ്. എറണാകുളം ജില്ലയിലെ ഒരു പാസ്റ്റർ അതിനെക്കുറിച്ചൊരു നീണ്ട ഒരു ലേഖനം എഴുതിയത് ഞാൻ മുഴുവൻ വായിച്ചില്ല, കുറച്ച് ഭാഗം വായിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശബ്ദ സന്ദേശവും അല്പം കേൾക്കാനായിട്ടിടയായി. അതിൽ ആ ദേവദാസൻ പറയുന്നത് ബാംഗ്ലൂരിലെ ഈ ഉണർവിൻ്റെ സമയത്ത് അദ്ദേഹം അവിടെ വന്ന് വാതിലിൻ്റെ അവിടെ നിന്നപ്പോൾ തന്നെ അദ്ദേഹം വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മുടെ ഇടയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, എവിടെ ചെന്നാലും അവർ പറയും ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായ പ്രയോഗമല്ല. പറയാവുന്ന കാര്യം ഇങ്ങനെയാണ്, ഞാൻ അവിടെ ആത്മസാന്നിധ്യം അനുഭവിച്ചു എന്ന് പറയാം. ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്ന് പറയുന്നത് അതൊരു കൃത്യമായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസിനെയൊക്കെ നേരിടേണ്ടി വരും. ദൈവസാന്നിധ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന വാക്ക് ഇതാണ്, ആത്മസാന്നിധ്യം അനുഭവിച്ചു. കാരണം ദൈവം ആത്മാവാണ്. അപ്പോൾ തന്നെ സാത്താനും ആത്മാവാണ്. ഈ ദുഷ്ടാത്മാക്കളെയെല്ലാം നമ്മൾ വിളിക്കുന്നത് എന്തെന്നാ? ആത്മാക്കൾ എന്ന് തന്നെയാണ്. ഈ ദുഷ്ടാത്മാക്കളെയെല്ലാം നമ്മൾ വിളിക്കുന്നത് ആത്മാക്കൾ എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ആത്മാവിൻ്റെ സാന്നിധ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് നമുക്ക് നമ്മുടെ ദേഹിയിൽ ഫീൽ ചെയ്യും. അത് ദൈവസാന്നിധ്യമാണെന്നാണ് പലരും പറഞ്ഞു പിടിപ്പിക്കുന്നത്. അത് കേൾവിക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ചില പുള്ളികളൊക്കെ 30-35 എത്രയോ കൊല്ലം ശുശ്രൂഷിച്ചതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ കുറേ കൊല്ലങ്ങൾ ശുശ്രൂഷിച്ച ആൾക്കാരാകുമ്പോൾ ഒരു വിശ്വാസ്യതയൊക്കെ ഉണ്ടാവും. ജനം അവരെ ശ്രദ്ധിക്കും, ഉറ്റുനോക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അനേകർ വഞ്ചിക്കപ്പെടാൻ ഇടവരും. അതുകൊണ്ട് ഞാനൊരു തിരുത്ത് പറഞ്ഞതാണ്. ദൈവസാന്നിധ്യമാണെങ്കിൽ നാം പറയുന്ന വിശുദ്ധ ബൈബിളിൽ വെളിപ്പെട്ടു വന്ന ദൈവം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപ്പെട്ടു വന്ന ആ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ചില കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെക്കുറിച്ച് നമുക്ക് തുടക്കം മുതലേ നമുക്കറിയാം. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം, മഹിമയിൽ ഭയങ്കരനായ ദൈവം, നാം സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലാണ് അല്ലേ? ആ വലിയവനായ ദൈവം മനസാക്ഷിയുഗത്തിലുള്ള ഭക്തന്മാരോട് കൂടെ നടന്നിട്ടുള്ളത് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും. ഹാനോക്കിനോട് കൂടെ നടന്നിട്ടുണ്ട്. അതുപോലെ നോഹയുടെ കൂടെ ഇരുന്ന് ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നമുക്കറിയാം. പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ലൈഫിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശബ്ദമൊക്കെ കേൾക്കാൻ ഇടയായിട്ടുള്ള
പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ ശബ്ദവും ഒക്കെ കേൾക്കാനായിട്ട് അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ്. എന്നുവെച്ചാൽ അവിടെ സീരിയസ്നെസ് ഇല്ലെന്നല്ല, അതിൻ്റെ പഠനത്തിൻ്റെ ഒരു ഗൗരവം വരികയാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ. പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മോശയോട് പറയുന്നുണ്ട് വലിയവനായ ദൈവം ഇസ്രായേൽ ജനത്തെ വിടിപ്പിച്ചുകൊണ്ടുവരിക, അങ്ങനെ അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. പിന്നീട് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഒരു ഗൗരവമായ വാക്യം നമ്മൾ കാണുന്നത്. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കാര്യം പറയുന്നത്. ആ പറയപ്പെട്ട കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ ഒരു സാമ്പിൾ എന്ന നിലയിൽ ജീവനുള്ള ദൈവം സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതെത്ര ഭയാനകമായ കാഴ്ചയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രമാണിമാർ, അവരുടെ മൂപ്പന്മാരെയെല്ലാം സിനായി പർവ്വതത്തിലേക്ക് വിളിപ്പിക്കുകയാണ് മോശയുടെ നേതൃത്വത്തിൽ. അങ്ങനെ അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം ഭയങ്കരത്വമുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ്, ഭയങ്കരത്വമുള്ള കാഴ്ചകളാണ്. അവിടെയൊക്കെ ഒരു ഒരുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആ ദൈവം ആരെന്നും ആ ദൈവത്തിൻ്റെ വല്ലഭത്വവും മഹത്വവും എന്തെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തരുന്നത്. വളരെ ലാഘവത്തോടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലെന്ന് നമ്മളെ ധരിപ്പിക്കേണ്ടതുണ്ട്. നോക്കുക, പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൽ ദൈവസാന്നിധ്യം ഇസ്രായേലിൻ്റെ നടുവിലേക്ക് വരുന്നതിന് മുമ്പ് അവരൊരു കൂടാരം ചമയ്ക്കണം. അതാണ് സമാഗമന കൂടാരം. അപ്പോൾ ആ കാര്യമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ആ കൂടാരം ചമയ്ക്കാനായിട്ട് ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കേണ്ട ആ മോശയ്ക്ക് 2 വിധ കാഴ്ചയാണ് കൊടുക്കുന്നത്. ഒന്ന്, അതിൻ്റെ തുടക്ക അധ്യായങ്ങളിൽ മോശ കാണുന്നൊരു കാഴ്ചയുണ്ട്, മുൾപ്പടർപ്പ് കത്തി നിൽക്കുന്നൊരു കാഴ്ച. യഹോവയായ ദൈവം അവിടെ തീയിലിറങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നമേയുള്ള മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കാനല്ല ഇതിപ്പോൾ പറയുന്നത്. മോശ ആ കാഴ്ച കണ്ടു. പിന്നത്തേതിൽ മോശ സീനായി പർവ്വതത്തിൽ വലിയവനായ ദൈവം ഇറങ്ങി വരുന്ന ആ 19-ാം അധ്യായത്തിലെ കാഴ്ച കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 24-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതും 40 ദിനരാത്രങ്ങൾ ആ ദൈവത്തോട് കൂടെ ഇരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതും കഴിഞ്ഞിട്ടാണ് 25-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഞാനാകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എത്രത്തോളം എന്നുള്ളത് മോശയ്ക്കും മറ്റുള്ളവർക്കും ഒരളവിൽ, മറ്റുള്ളവർക്ക് അങ്ങനെ അധികം മനസ്സിലായില്ല, മോശയ്ക്ക് എന്തായാലും മനസ്സിലായി ഈ ദൈവം ആരാണ്, അവൻ തേജോമയനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് മോശ അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഈ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയിലേക്കൊക്കെ ഏർപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാം. ഞാനിവിടെ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും പറയാനല്ല ഇത് പറഞ്ഞത് നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ 2-ാമത്തെ പുസ്തകത്തിൽ പുതിയൊരു യുഗക്രമം ആരംഭിക്കുകയാണ്. അതായത് ന്യായപ്രമാണത്തിൻ്റെ ഒരു ക്രമം ആരംഭിക്കുകയാണ്. ആ ന്യായപ്രമാണത്തിൻ്റെ ക്രമം ആരംഭിക്കുമ്പോൾ അവിടെ പൗരോഹിത്യം ഇസ്രായേലിന് കൊടുക്കുന്നു. അവരുടെ പൗരോഹിത്യത്തിൻ്റെ നിർവഹണത്തിനായിട്ട് തിരുനിവാസത്തിൻ്റെ പണി, പിന്നീട് യാഗങ്ങൾ, കർമ്മങ്ങൾ, കാര്യാദികൾ എല്ലാവരെയും ഭരമേൽപ്പിക്കുകയാണ്. അതിലേക്കെല്ലാം അവർ ഭയഭക്തി ബഹുമാനാർത്ഥമാണ് അടുത്തു വരുന്നത്. നമുക്ക് ഈ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം ഇത്യാദി പുസ്തകങ്ങളൊക്കെ തന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ആ ദൈവത്തെ അടുത്തറിയുവാനും അവൻ്റെ സ്വഭാവം പഠിക്കുവാനുമാണ്. ഇസ്രായേൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, അതേസമയം തന്നെ അവർ പ്രമാണരഹിതമായി ചലിച്ച സമയത്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കവിടെ നിന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ആത്മാവായ ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ സമാഗമന കൂടാരത്തിൽ പിന്നത്തേതിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇസ്രായേലിനെ നയിക്കുകയും നടത്തുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ് യെരൂശലേം ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വസിച്ച കാര്യമൊക്കെ അറിയാം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്ന സമയത്ത് യെരൂശലേം ദൈവാലയമുണ്ട്. ആ സമയത്ത് അവിടുത്തെ പ്രാക്ടീസുകളും കാര്യങ്ങളും ഒക്കെ പ്രമാണപ്രകാരമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും അല്ല. ഉപേക്ഷയാണ് പല കാര്യങ്ങളും, അല്ലേ? ഉപേക്ഷയായിട്ടാണ് പല കാര്യങ്ങളും. കർത്താവിൻ്റെ ജനനത്തിന് ഏതാണ്ടൊരു 400 വർഷം പിന്നിൽ ജീവിച്ചിരുന്ന ഭക്തനായ പ്രവാചകനായിരുന്നു മലാക്കിയുടെ സമയത്ത് പറയുന്നത് എന്താണ്? എൻ്റെ ആലയത്തിൻ്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടച്ചാൽ കൊള്ളാമായിരുന്നു എന്നാണ്. എൻ്റെ ആലയത്തിൻ്റെ വാതിൽ ആരെങ്കിലും ഒന്ന് അടച്ചാൽ കൊള്ളായിരുന്നു എന്ന് വെച്ചാൽ അടയ്ക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്.
ചിലർ വിചാരിക്കും ഇതെന്താ അടയ്ക്കാൻ പറഞ്ഞിട്ട് അടയ്ക്കാത്തതെന്ന് ഒരു 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 ചിന്ത ചിലർക്ക് വരും. അടയ്ക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അങ്ങനെ പറയുന്നത്. ആ ഭാരമാണ്, അല്ലെങ്കിൽ എന്താ ദൈവത്തിൻ്റെ അനിഷ്ടമാണ് ആ കാണിക്കുന്നത്. അവരുടെ യാഗങ്ങളും കർമ്മങ്ങളും ഒന്നും വചനപ്രകാരമല്ല. അവരുടെ ഹൃദയത്തിൻ്റെ അവരുടെ ഹൃദയം നിഷ്കളങ്കമല്ല, അല്ലെങ്കിൽ വിശുദ്ധമായ നിലയിൽ അല്ല ആ സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിവേ, ഈ 400 വർഷത്തിന് ശേഷം നമ്മൾ അവിടെ 2 പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. ശിമിയോനെയും ഹന്ന എന്ന പ്രവാചകയും ഒക്കെ കാണുന്നുണ്ട്. സംഭവം എല്ലാം ദൈവഹിതത്തിന് വെളിയിലൊക്കെയാ സഞ്ചാരമെങ്കിലും അത് ദൈവത്തിൻ്റെ ആലയം തന്നെയാണ്. എന്നാൽ ദൈവം മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത പടികൾ എങ്ങനെയാണെന്നൊക്കെ. അതാണ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ കാണുന്ന മഹത്തരമായ നിർമ്മിതി അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു ആമുഖത്തിൽ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, പിന്നത്തേതിൽ രൂപപ്പെടുന്ന ദൈവസഭ വിശുദ്ധന്മാരുടെ സംഘം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കൂടുന്നതും, അത് തന്നെയല്ല ആരാധനാ സമ്പ്രദായങ്ങൾക്കുണ്ടായ മാറ്റം, ആരാധനാലയത്തിനുണ്ടായ മാറ്റം, ക്രമങ്ങൾക്കുണ്ടായ മാറ്റം, അതെല്ലാം നാം പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതുവരെയുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ നടക്കുന്നത്. അതുവരെ ആരാധനയും കാര്യങ്ങളെല്ലാം യെരൂശലേം ദൈവാലയത്തിലാണ്. പിന്നത്തേതിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ദൈവം തൻ്റെ മന്ദിരമാക്കി ഉയർത്തിക്കൊണ്ട് അവരിൽ വസിച്ചുകൊണ്ടാണ് പിന്നത്തേതിൽ ആരാധനയും കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യെരൂശലേം ദൈവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വസിച്ച ദൈവമഹത്വം പിന്നത്തേതിൽ അവിടെ കൂടിയിരുന്ന 120 പേരുടെ ഉള്ളിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ 3000 പേരുടെ ഉള്ളിലേക്ക്. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ, അതായത് നിവാസങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. അതായത് ദൈവത്തിൻ്റെ മന്ദിരം, നാം ആകുന്ന മന്ദിരം പർവ്വതത്തിലെ മാതൃക പ്രകാരം ഒരുങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ക്രമത്തിലും കാര്യങ്ങളിലുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായും അതിനകത്തേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങും. നാം ദൈവസാന്നിധ്യം അനുഭവിക്കും, ആത്മസാന്നിധ്യം അനുഭവിക്കും. അതല്ല, പ്രമാണരഹിതമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ ചെയ്യുന്നത്, അലക്ഷ്യമായിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് ബോധിച്ചതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ആത്മസാന്നിധ്യം അനുഭവിക്കും, പക്ഷെ ദൈവസാന്നിധ്യം അനുഭവിക്കില്ല. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ഉദ്ദേശി പറഞ്ഞ കാര്യം അത് ഒത്തിരി പേരെ അയാൾ കുഴപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇങ്ങനെ പറയാനിടയായത്. അധികം പേര് ഇങ്ങനെ കടന്ന് ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മുഖവരയിൽ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മളങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുപോയി. ഈ വീഴുന്നതും ചാടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ കാര്യത്തെക്കുറിച്ച് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പല ദിക്കിൽ നിന്നും നമ്മളെ പലരും വിളിക്കുകയും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുക. ഒത്തിരി പേരെ ഇങ്ങനത്തെ ഈ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ മെസ്സേജ് അവർ കേൾക്കുന്നത്. ഏതൊക്കെയോ കാരണത്താൽ ഈ മെസ്സേജ് ചിലപ്പോൾ വൈറലാകും. ചിലപ്പോൾ അതിൻ്റെ ഹെഡിങ്ങോ അല്ലെ അതിലെ പടമോ ഒക്കെ കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ അതങ്ങനെ അങ്ങ് സ്പ്രെഡാവും. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ അവരുടെ ഒരു താല്പര്യപ്രകാരം സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ആകാം. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ കൊള്ളാം, ഇങ്ങനെ ഒരു ചാട്ടവാറുമായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. യേശുക്രിസ്തു യെരൂശലേം ദൈവാലയത്തിൽ വന്നതുപോലെ ഇങ്ങനെ കാര്യങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചാട്ടവാറായിട്ട് വരുന്നത് പോലെയൊക്കെയാണ് പലർക്കും തോന്നുന്നത്. ഈ ഒറ്റ പ്രസംഗം കേട്ടിട്ടാണ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സബാഷ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നത്. അതേസമയം നമ്മൾ പ്രസംഗിച്ചിട്ടുള്ള ഒരു 100-400 പ്രസംഗത്തിനടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ സൈറ്റിലൊന്ന് കടന്നുപോയി മുൻകാലത്ത് പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളുടെയൊക്കെ ഹെഡിങ്ങുകൾ, അതായത് എല്ലാ ആഴ്ചയിലും നമ്മൾ 2-3 മെസ്സേജുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണല്ലോ. ആ മെസ്സേജുകളുടെയൊക്കെ ഹെഡിങ്, പ്രസംഗം എല്ലാം കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല, എന്നാൽ അതിൻ്റെ ഹെഡിങ്ങുകൾ ഏതെങ്കിലും 1-2 എണ്ണം റാൻഡം ഒന്ന് കേട്ടിട്ട് വിളിക്കുകയായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അലോസരം തോന്നും. അയ്യോ, ഇങ്ങനെ വിളിക്കുകയും ചെയ്തു, പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നല്ലൊരു മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പോയത് തിരിച്ചെടുക്കാനും പറ്റുമോ? പിന്നെ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ചിലരൊക്കെ വിളിച്ച്, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനെ ചിലപ്പോൾ ചിലരെല്ലാം വിളിക്കുകയും പിന്നത്തേതിൽ അവർ നിരാശപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സേജിൻ്റെയൊക്കെ ചില പ്രസക്ത ഭാഗങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ അപ്ലോഡ് ചെയ്തതിനകത്തൊക്കെ ചില ഈ പെന്തക്കോസ്ത് നാമധാരികളായവർ വന്ന് കമൻ്റൊക്കെ എഴുതുന്ന കാണുമ്പോൾ
വലിയ സങ്കടം തോന്നുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു മെസ്സേജിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വരുന്ന നമ്മുടെ ആളുകൾ, വിശേഷിച്ച് നമ്മുടെ യൗവനക്കാർ, അടുത്ത തലമുറ, അവർ തങ്ങളെ തന്നെ ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് ചേർത്ത് കെട്ടുന്നൊരനുഭവം, അവിടെ തന്നെ തങ്ങളെ തന്നെ അങ്ങ് സമർപ്പിച്ച് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ മെസ്സേജിനിടയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ചില ആളുകളത് കേട്ടിട്ട് അവർ ചോദിക്കുന്നത്, ഈ എന്ത് വട്ട് പ്രസംഗമാണ്, ഈ ക്രൂശിൻ്റെ ചോട്ടിൽ കിടക്കാനാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ പറയുന്നതിനകത്തൊരു ആത്മീയ വശമുണ്ട്. ക്രൂശിൻ്റെ ചോട്ടിൽ കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം കെട്ട് കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മൾ ആ വിഷയം പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചർച്ചകളിൽ അങ്ങനെയൊന്നും കേൾക്കാനില്ലാത്തത് കൊണ്ടായിരിക്കും അവർ ആ രീതിയിൽ നെഗറ്റീവായിട്ട് പ്രതികരിച്ചത്. നമ്മൾ 118 സങ്കീർത്തനത്തിൻ്റെ 27 വാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ആ സമയത്ത് അത് പറഞ്ഞത്. അതായത് യാഗപീഠത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ വാക്യത്തിൽ. എന്നിട്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ കാണിക്കുകയാണ്, അതിൻ്റെ ഹോൺസ് 4 സൈഡിലും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ കൊമ്പുകൾ എന്നുള്ളൊരു വിഷയം നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ കൊമ്പുകൾ ശക്തിയാണ് കാണിക്കുന്നത്. 2 പ്രധാന കാര്യങ്ങളാണ് കൊമ്പുകൾ അഥവാ ഹോൺസ് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ശക്തിയെ കാണിക്കുന്നു. അതുപോലെ കൊമ്പുകൾ എന്നുള്ളതിന് പ്രകാശിക്കുക എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അതിന് തക്കതായ ചില വാക്യങ്ങൾ, ചില സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഞാൻ ഈ 1-2 കമൻസിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ വചനപഠനത്തിൽ മുന്നേറുന്നില്ല, ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, ഏതോ മായാലോകത്തിരുന്നുകൊണ്ടാണ് ആളുകൾ ഓരോന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരാളങ്ങനെ ഒരു മണ്ടത്തരം പറയാമെന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നമ്മളിത്ര തലപോകേണ്ട ആവശ്യമില്ല, അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി വേണമെങ്കിൽ. പക്ഷെ അങ്ങനെയല്ലല്ലോ. ആ സഹോദരനും സഭയാം ശരീരത്തിൻ്റെ ഭാഗമല്ലേ, അല്ലെങ്കിൽ ആ സഹോദരന്മാരും പലരും ഉണ്ടല്ലോ, അവരൊക്കെ സഭയാം ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വിചാരിക്കുകയാണ് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്നവരാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അവർ സഭയാം ശരീരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ബേസിക് ടീച്ചിങ് അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ, അടിസ്ഥാനപരമായ ബോധ്യം അവർക്കില്ലല്ലോ. ഇവിടെയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉള്ളത്തിൽ ആനന്ദിക്കേണ്ടത്. കാരണം നമ്മൾ രക്ഷയെക്കുറിച്ചും ദൈവരാജ്യ പ്രവേശനത്തെക്കുറിച്ചും സമഗ്രമായി ധ്യാനിച്ച മനുഷ്യരാണ്, ഒരുമിച്ചിരുന്ന് ചിന്തിച്ചവരാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് സുവിശേഷ കേൾവിയാൽ നാം ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും, അങ്ങനെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് നാം കാണുന്ന ആദ്യത്തെ കാഴ്ച തന്നെ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ കൈവിട്ട് കളഞ്ഞ ഒരു നിമിഷങ്ങളാണ് അല്ലേ. അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ട് നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കാണുന്ന കാഴ്ച ക്രൂശിതനായ ക്രിസ്തുവിനെയാണ്. അതിനാണ് നമ്മൾ ക്രൂശിൻ്റെ ദർശനം എന്നൊക്കെ പറയുന്നത്. അതൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെയാണ് നാം ദൈവരാജ്യത്തിലേക്ക് വന്നത്. ആ ക്രൂശെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് മരക്കുരിശല്ലെന്ന് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ജീവനുള്ള കാലത്ത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം അടുത്തടുത്ത തലമുറകളല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുറ്റോട് ചുറ്റും അവരൊക്കെ നോക്കുമ്പോൾ പല താടി മുടിയൊക്കെ ഉള്ള ആളുകളുടെ കയ്യിൽ ഒരു ചുവന്ന തുണിയും, ആ തുണിയുടെ മുകളിൽ അത് നീണ്ടു കിടക്കുന്നൊരു തുണിയെ, ഉറുമാല് പോലത്തെ ഒരു തുണി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതിന് മുകളിൽ ഒരു കുരിശ് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ആ കുരിശ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകളുടെ കയ്യിലൊക്കെ നേരെയൊക്കെ കാണിക്കും. ആ ഒരു തലത്തിലൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. ക്രൂശ് എന്നൊക്കെ പറയുമ്പോൾ ആ ക്രൂശൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു ബലിപീഠത്തെക്കുറിച്ചാണ്. ക്രൂശ് എന്ന് പറയുന്ന ആ മരക്കുരിശ്, അത് 2000 വർഷത്തിനടുത്ത് നമ്മുടെ കർത്താവ് കയറിയ കുരിശാണ്. ആ കുരിശിൽ നിന്ന് കർത്താവിൻ്റെ ശരീരം പുറത്തിറക്കി അരിമത്തിക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ വെച്ചു. പിന്നത്തേതിൽ ആ കല്ലറയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് മഹിമയുടെ വലഭാഗത്തിരിക്കുകയാണ്. ആ കുരിശ് പിന്നത്തേതിൽ ദ്രവിച്ചു പോയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ കുരിശിൻ്റെ ഒരു കഷ്ണം പോലും കണ്ടുപിടിക്കാനില്ലാത്ത രീതിയിൽ മണ്ണോട് മണ്ണ് ചേർന്ന് പോയിട്ടുണ്ടാകും. എങ്ങാനും ആ കുരിശ് ദ്രവിച്ചു പോകാതിരിക്കുകയായിരുന്നെങ്കിൽ കത്തിക്കുത്ത് കടന്നേനെ. അതെന്നാ കാരണം? അതിൻ്റെ നീളമുള്ളതുണ്ടല്ലോ നേരെ നിൽക്കുന്നത്, അത് ഉറപ്പായിട്ടും കത്തോലിക്കൽ ചോദിക്കും അത് ഞങ്ങൾക്ക് വേണമെന്ന്. ക്രോസ് ഇരിക്കുന്ന എന്തായാലും ഓർത്തഡോക്സുകാർ ചോദിക്കും. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ 2 കഷ്ണം ഉണ്ടല്ലോ, ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പേരിൽ ബാക്കിയുള്ളവർ മോശക്കാരൊന്നുമല്ലോ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുണ്ട്, അവർ മോശക്കാരൊന്നുമല്ല, അവരുണ്ട്. പിന്നെ നമ്മുടെ കോപ്റ്റിക് ഓർത്തഡോക്സ്, പിന്നെ
ഈജിപ്തിലുള്ളവർ വിട്ടുകൊടുക്കില്ല. ബാക്കി ഇതെല്ലാമായിട്ടുള്ള അനുബന്ധ ആളുകളുണ്ട്. ആംഗ്ലിക്കൻ ചർച്ചക്കാരും മോശക്കാരൊന്നുമല്ല, അവരും അത്ര മോശമല്ലല്ലോ. അവരും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ ഉദയം ചെയ്തൊരു സഭാവിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആംഗ്ലിക്കൻ ചർച്ചും അതിൻ്റെ അല്ലെങ്കിൽ ആണിയെങ്കിലും അവർ ചോദിക്കും. കൃപയാൽ കർത്താവ് ആണിയും ഇതൊന്നും ആർക്കും കൊടുത്തില്ല. ഇപ്പം നമ്മളെന്തിനാ ഇത്രയും പറഞ്ഞെന്ന് മനസ്സിലായോ? നമുക്കിത് വെളിപ്പെട്ട് കിട്ടി. എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയത്? മോശയോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഒരു താമ്രയാഗപീഠം ഉണ്ടാക്കണം. അത് പർവ്വതത്തിലെ മാതൃക പ്രകാരമായിരിക്കണം, അത് ഉയരത്തിലെ അളവിനാലായിരിക്കണം. അത് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ പണിതൊരുക്കി. അതേ കാര്യം തന്നെ ദാവീദിനോട് പറഞ്ഞു. ആ കാര്യം അങ്ങനെ തന്നെ വള്ളി പുള്ളി വിടാതെ ശലോമോനോട് ദാവീദ് കൈമാറി കൊടുത്തു. ശലോമോൻ അത് അങ്ങനെ തന്നെ പണിതു. അതും കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ സ്വർഗം നേരിട്ടൊരു ബലിപീഠം ഒരുക്കുകയാണ് അങ്ങ് ഗോൽഗോഥായിൽ, മാനവവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി. ആദ്യത്തെ രണ്ടും ഞാൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ, പിന്നത്തേതിൽ പറഞ്ഞത് മുഴു മാനവലോകത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. അതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുക എന്നല്ല പറഞ്ഞത്, മുഴു മാനവലോകത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട് ഗോൽഗോഥായിലെ ബലിപീഠത്തിൽ അറുക്കപ്പെടുവാനായിട്ട് വന്ന ദൈവകുഞ്ഞാട് അവിടെ അറുക്കപ്പെട്ടു. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ബോധ്യവും. അവിടെ നമുക്കൊരു ബലിപീഠമാണ് കാണാൻ കിട്ടുന്നത്. ആ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് നമ്മെ തന്നെ ചേർത്ത് കെട്ടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് അതുപോലെ ആ മരണത്തോട് ഏകീഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്, അതിൽ പങ്കാളിത്തം വഹിക്കുന്ന കാര്യം. അതുപോലെ തന്നെ പത്രോസും തൻ്റെ ലേഖനത്തിൽ പറയാണ് അതിലെ പങ്കാളിത്തത്തെക്കുറിച്ച്, ആ ക്രൂശിൻ്റെ പങ്കാളിത്തം, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പത്രോസും വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അവർക്കൊക്കെ ഇത് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടി. അങ്ങനെ അവരെല്ലാം മനഃപൂർവ്വമായിട്ട് ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് തങ്ങളെ തന്നെ ചേർത്ത് അങ്ങനെ അങ്ങ് കുറുക്കി കെട്ടുക എന്ന് പറയും. ഒരു പഴയ മലയാളമാണ്. പശുവിനെയും ആടിനെയൊക്കെ ഇങ്ങനെ നീളത്തിൽ വിട്ട് കഴിഞ്ഞാൽ പശു ആടുമൊക്കെ ഇങ്ങനെ ഓടിയെടുക്കും. അതേസമയം ഒരു മരത്തോട് ചേർത്ത് കെട്ടും, അങ്ങനെ ചേർത്ത് നിർത്തി കെട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ യാഗാർപ്പണത്തിന് കൊണ്ടുവരുന്ന യാഗമൃഗത്തെയും യാഗപീഠത്തോട് ചേർത്ത് നിർത്തിയാണ് അങ്ങനെ കെട്ടി നിർത്തുന്നത്. എന്നിട്ടാണ് അതിനെ അറുക്കുന്നതും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ കണ്ടെത്തിയ ഒരു വലിയ കാര്യമാണ്. ഞാൻ ആമുഖത്തിൽ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ചോദ്യങ്ങളൊക്കെ അലോസരപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് ഇത് ചർച്ചകളിൽ പ്രസംഗിക്കുന്നില്ല? എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ഈ ബലിപീഠം ഒന്ന് വെളിപ്പെടുത്താൻ മേലെ ഇവർക്ക് അതിനെല്ലാം ടാക്സ് എല്ലാം കൊടുക്കണോ? ഈ ഉദ്ദേശിമാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അവരുടെ വിശ്വാസികളെ ഈ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ മേലെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്ന് വെച്ചു കൊടുക്ക്, അല്ലേ? ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പോൾ ആ ക്രൂശ് നമ്മെ വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത പടിയാണ് നമ്മൾ പറഞ്ഞത്, അതേ ക്രൂശിൽ നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുകയാണ്. 2 ആംഗിളിൽ നിന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിത് പറഞ്ഞത്. കേട്ടിട്ടുള്ളവർ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ മനുഷ്യർ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്യാതെ തരമില്ല. സുവിശേഷ കേൾവിയിൽ നമ്മൾ നേരെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പിതാവിൻ്റെ ഏകജാതനായ പുത്രനെയാണ്. അങ്ങനെ ആ ബലിപീഠത്തിലേക്ക് നമ്മൾ അടുത്തു വരികയും അല്ലെങ്കിൽ ആ ക്രൂശിങ്കിലേക്ക് നമ്മൾ അടുത്തു വരികയും നമ്മൾ സറണ്ടർ ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അടുത്തപടി നമ്മൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ദൈവകുടുംബത്തിലെ ആദ്യജാതനെയാണ്. 2 ആംഗിളിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. ആദ്യപടി നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ അവിടെ തകർക്കപ്പെട്ട കാഴ്ച നമ്മൾ കാണുന്നത്. അടുത്ത പടിയാണ് ആ ബോധ്യത്തിലേക്ക് വരുന്ന നമ്മൾ പരിശുദ്ധാത്മാവ് തരുന്ന ആഹ്വാനത്തിൽ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പാകെ ഈ കാഴ്ച, മനോഹരമായ ഈ ഒരു കാഴ്ച കാണിക്കുകയാണ്. അതായത് ദൈവകുടുംബത്തിലെ ആദ്യജാതൻ സമർപ്പിതനായി നിൽക്കുന്നു. ദൈവകുടുംബത്തിലേക്ക് കടന്നു വരുന്ന നീയും അതുപോലെ ഒരു സമർപ്പിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആദ്യജാതനെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താ കാണുന്നത്? പിതാവിൻ്റെ ഹിതം മാത്രം നിറവേറ്റുന്ന ഒരു പ്രിയപുത്രൻ, അല്ലെങ്കിൽ ദൈവകുടുംബത്തിലെ ആദ്യജാതൻ. സ്വന്തം ഹിതങ്ങളൊന്നുമില്ല, സ്വന്തം താല്പര്യങ്ങളൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ അടിയറ വെച്ചിട്ടല്ലേ ബലിപീഠത്തിലേക്ക് നടന്നു കയറിയത്. അതുപോലെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ബലിപീഠത്തിലേക്ക് നടന്നു കയറാൻ. സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം താല്പര്യങ്ങളും മറ്റും ഇത്യാദി കാര്യങ്ങളെല്ലാം, അതായത് നാം നമ്മെ തന്നെ ത്യജിക്കുക എന്നൊക്കെ വാക്യം കാണുന്നുണ്ട്. ത്യജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ അടിയറ പറയുകയാണ്, ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്.
ബലിപീഠത്തിലെ പ്രത്യേകത അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ടവർക്കുള്ള അത്യാവശ്യം മറുപടിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളവരെ സ്നേഹിച്ചുകൊണ്ടാകട്ടോ ഇതൊക്കെ പറയുന്നത്, അല്ലാതെ നമ്മൾ നമ്മുടെ പാണ്ഡിത്യം വെളിപ്പെടുത്തുന്നതല്ല, അവരോടുള്ളൊരു അലോസരമല്ല. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അവർ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. 90% ഈ വക കാര്യങ്ങളൊന്നും ഒരു പിടിയുമില്ലെന്നാണ് എൻ്റെ സഞ്ചാരത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എത്രത്തോളം ഭാരത്തിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളൊരു സമൂഹമല്ലേ. ആ സമൂഹം കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത് എങ്ങനെയാണ്? എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ നമുക്ക് പോരാട്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത് സർവായുധ വർഗം എടുക്കണം. സർവായുധ വർഗം പോയിട്ട് ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പങ്ക് ആളുകളുടെ കയ്യിലും ഒന്നുമില്ല, ശൂന്യരായി അവർ നിൽക്കുകയാണ്. ഒരു കയ്യിൽ വേണ്ടത് പരിചയാണ്, മറു കയ്യിൽ വേണ്ടത് വാളാണ്. ഇത് രണ്ടും അവരുടെ കയ്യിലില്ല. ഒരു ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൊതുനിയമ ക്രിസ്ത്യാനി അവൻ്റെ തലയെടുപ്പെന്ന് പറയുന്ന ഒന്ന് വേറെയാണ്. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. അവൻ്റെ തലയെടുപ്പൊന്ന് വേറെയാണ്. പഴയ നിയമത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്. അവൻ്റെ തലയെടുപ്പൊന്ന് വേറെയാണ്. അവൻ്റെ കയ്യിൽ വാളുണ്ട്, മറുകയിൽ പരിചയമുണ്ട്. എന്ന് വെച്ചാൽ എന്താ? വിശ്വാസം എന്ന പരിച, വചനമാകുന്ന വാള്. അങ്ങനെ ആ നിൽക്കുന്ന നിൽപ്പിലാണ് യാക്കോബ് പറയുന്നത്, അതായത് കർത്താവിനോട് അടുത്ത് വരുവിൻ, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, സാത്താൻ നിങ്ങളെ വിട്ട് ഓടിക്കോളും. സാത്താനോട് എതിർത്ത് നിൽക്കാനാണ് പറയുന്നത്. എതിർക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കയ്യിൽ വേണം. ഇതൊക്കെ എങ്ങനെയാ ഒരുവൻ സ്വായത്തമാക്കുന്നത്? സത്യവചനം പ്രസംഗിക്കണം സഹോദരങ്ങളെ. ദൈവവചനം പ്രസംഗിക്കണം. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറയാനും അല്ലെങ്കിൽ ഒരു ഇത്തിരി സീരിയസ് ആയിട്ടൊക്കെ ഒരു വിമർശനാത്മകമായൊക്കെ പറയാനിടയായത് എന്താ? നമ്മളുടെ സമൂഹത്തിലെ ജനത്തെ വഞ്ചിക്കുകയാണ്. ശുശ്രൂഷകരെന്ന് പേർപ്പെട്ട ആളുകൾ അവർ ഓൾറെഡി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അവർ മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു. അവർ പറയുന്നത് തങ്ങളുടെ മേലെ അഭിഷേകം ഉണ്ടെന്ന്. യെസ്, നമ്മളത് സമ്മതിക്കുന്നു. പക്ഷേ അത് പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകമല്ല. പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകമാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരണം. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ആത്മനിറവിൻ്റെ അനുഭവങ്ങളിലേക്കൊക്കെ വന്നതും പരിശുദ്ധാത്മ ശക്തി അനുഭവിച്ചതുമായ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞു. അതിലൂടെ മുന്നോട്ട് വന്നപ്പോൾ പാപത്തോടുള്ള വെറുപ്പ്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, വചനത്തിന് വേണ്ടിയ ദാഹം, വിശുദ്ധിക്ക് വേണ്ടിയ ദാഹം, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ വലിയ വാഞ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആത്മനിറവിൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ നിലയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് എത്രയോ തലകുത്തി വീണതാ. അത് വമ്പന്മാരാണ് നമ്മളെ വീഴ്ത്തിയിരിക്കുന്നത്. ചുമ്മാ ഈ എട്ടുപൊട്ടം തിരിയാത്ത പിള്ളേരൊന്നും അല്ല തള്ളിയിട്ടത്, വലിയ പുള്ളികളാണ് തള്ളിയിട്ട ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ട് നടന്നതാണ് നമ്മൾ. അതായത് അത്തരക്കാരുടെ കൂട്ടത്തിലെ ഒരു അഭിവാജ്യ ഘടകമായിട്ടൊക്കെ നടന്നതാണ്. യാതൊരു ആത്മീയ വർധനമുള്ള കാര്യങ്ങളല്ല ആ സമയങ്ങളിലൊക്കെ സംഭവിച്ചതും എന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങളെ ധരിപ്പിച്ചു. നമ്മുടെ കേൾവിക്കാരായ ഒത്തിരി പേരുണ്ടായി അത് കേൾക്കാനായിട്ട്. അവരെന്ത് മനസ്സിലാക്കിയത് എനിക്കറിയില്ല. അപ്പോൾ അതെല്ലാം ശുദ്ധ വിവരക്കേട് മണ്ടത്തരമാണെന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു പോയത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയം മുന്നോട്ട് പോയി എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് ഇസ്രായേലും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയ വഴിക്ക് അവരെ പരിശോധിച്ച കാര്യം, പിന്നീട് ന്യായാധിപന്മാർ ഭരിക്കുന്ന കാലത്ത്, വിശേഷാൽ ഗിദെയോന്റെ കാലത്ത് അവിടെ ഒരു പരിശോധനയുടെ കാര്യം, ഒരു 32,000 പേര് യുദ്ധത്തിന് വന്നതും അവരെ ട്രീറ്റ് ചെയ്തപ്പോൾ കുറച്ച് പേരെ പറഞ്ഞു വിട്ടത്, ബാക്കിയുള്ളവർ വെള്ളത്തിങ്കിലേക്ക് വന്നു. അങ്ങനെ വെള്ളത്തിങ്കിലേക്ക് വന്നപ്പോൾ അവർ നക്കി കുടിച്ച കാര്യമൊക്കെ പറഞ്ഞു. ഈ 2 വിഷയം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് അവിടെയെല്ലാം പരിശോധനകളാണ് നടന്നത്, അല്ലേ? ഈ 2 വിഷയവും മുൻനിർത്തി നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ എല്ലാം പരിശോധനകളായിരുന്നു. അവരറിഞ്ഞില്ലെന്നുള്ള കാര്യം പറഞ്ഞു. അതായത് വിശ്വാസി സമൂഹത്തിന് ഈ കാര്യം മനസ്സിലായില്ല. വലിയ പങ്കും മരുഭൂമിയിൽ പട്ടുപോയി. അതുപോലെ തന്നെ
ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഗിദെയോന്റെ കാലത്ത് അവർ യോഗ്യരായി തീർന്നില്ല. യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് അവർ പ്രാപ്തരായില്ല. അവർക്ക് അതിനകത്ത് ഓഹരിയും പങ്കാളിത്തം ഒന്നും ലഭിച്ചില്ല. അവരെല്ലാം തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സൂചിപ്പിക്കാനുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്, ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലാണ്. ആ ആഴ്ചയിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാനൊരു നീണ്ട കുറിപ്പ് എഴുതിയിരുന്നു. ഇപ്പോൾ ഒത്തിരി കാലമായിട്ട് അങ്ങനെയൊന്നും എഴുതാറൊന്നുമില്ല. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എഴുത്തും കാര്യങ്ങളൊക്കെ. കാരണം ഇങ്ങനെ ഈ ഗൂഗിളിൻ്റെ സപ്പോർട്ടൊക്കെ തേടി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുതുമ്പോൾ ഒന്നും അവർ വേണ്ട വിധത്തിൽ അത് കേൾക്കുകയില്ല. നമ്മൾ തേങ്ങാന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഗൂഗിൾ ചെയ്യുന്നു. ആളുകളെ കുഴിയിലും കായലിലും കൊണ്ടുപോയി ചാടിക്കുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുമ്പോഴും പല കുഴപ്പങ്ങളുണ്ടാകും. അതൊക്കെ ആളുകളുടെ കയ്യിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അന്തം വിട്ടു, ഇത് എന്താ ഈ പറയുന്നതെന്ന് ഓർത്ത്. പക്ഷെ അങ്ങനെ ഇരുന്ന് എഴുതണമെങ്കിൽ ഇത്തിരി പാടാണ്. എങ്കിലും ശ്രമകരമായ നിലയിൽ അതൊക്കെ എഴുതി വിട്ടു. അതിലെ ചില പദപ്രയോഗങ്ങൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചു. പിന്നെ അവരൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് കാണുമായിരിക്കും. നമ്മുടെ ഫേസ്ബുക്ക് സൈറ്റിലും ഒക്കെ ആ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. ചിലരൊക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾ വായിച്ചു കാണുമായിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞത് ശുശ്രൂഷയിലും പരിശോധനകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് ഇന്ന് ശുശ്രൂഷകരെന്ന് പറഞ്ഞ് കുറേ യൗവനക്കാർ, അയ്യോ യൗവനക്കാർ, കുറേ ചോക്ലേറ്റ് സുന്ദരന്മാർ, അങ്ങനെ വേണേൽ പറയാം അല്ലേ? പണ്ടൊക്കെ ആളുകൾ അമൂൽ ബേബി എന്നൊക്കെ പറയായിരുന്നു. അതൊക്കെ വിട്ടേക്കാം നമുക്ക്. കുറേ ചോക്ലേറ്റ് സുന്ദരന്മാർ തങ്ങൾ അപ്പസ്തോലന്മാരാണ്, തങ്ങൾ പ്രോഫറ്റുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ബിരുദം പറയുകയാണേ, എന്താ പുള്ളി പറഞ്ഞത്? വസ്തീനെ മാറ്റിയിട്ട് നമുക്ക് എസ്തേറിനെ എടുക്കാമെന്ന്. അതെന്നാ വർത്തമാനോ? യഹോവയായ ദൈവം കാണുന്നു മകനെ, വസ്തിയെ നമുക്ക് മാറ്റിയേക്കാം, എസ്തേറിനെ എടുക്കാം. അപ്പോൾ ആ മകൻ ആരാ? ആ മകൻ എന്ന് പറയുന്നവൻ അഹശ്വേരോശ് രാജാവാണ്. അങ്ങനെയല്ലേ വരുന്നത്? എന്നാ നല്ല പ്രവചനമാണ്. പിന്നെ പറഞ്ഞു വരുമ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും പെന്തക്കോസ്തിൻ്റെ ഫയലിൽ കൊള്ളിക്കുന്ന കേസല്ല. അതെല്ലാം വ്യാജന്മാരും വഞ്ചകന്മാരും ന്യൂജൻ പെന്തിക്കോസ്തിൻ്റെ ആളുകളാണ്. പക്ഷെ നമ്മുടെ ആൾക്കാരിങ്ങനെ ചെവി വട്ടം പിടിക്കുമല്ലോ കേൾക്കാനായിട്ട്. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തരുന്നതാണ് ഇവനെല്ലാം കറക്ക് കമ്പനിയാണെന്നുള്ളത്. അതുപോലെ ഇന്ന് ഞാൻ ഈ യാത്രയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. വേറൊരു ബിരുദൻ, വേറൊരു ചോക്ലേറ്റ്, പുള്ളിക്കാരൻ പറയാണ്, പൗലോസ് ഇങ്ങനെ പ്രസംഗിക്കാൻ വന്നു. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ യൂത്തിക്കോസ് താഴെ പോയെങ്കിലും പൗലോസ് പ്രസംഗം ഇങ്ങനെ തുടരുകയാണല്ലോ. അപ്പോൾ വീര്യപ്രവൃത്തികളെ കുറിച്ചാണ് പുള്ളിക്ക് പറയാനുള്ളത്. ഇവർക്കെല്ലാം പറയാനുള്ളത് അഭിഷേകത്തിൻ്റെ ചലനം, പിന്നെ എന്നതാ വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഭയങ്കര കാര്യങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. അല്ലാതെ വചനം വെളിപ്പെടുന്നതോ വചനത്തിൻ്റെ ആഴങ്ങളൊന്നുമല്ല. വേണമെങ്കിൽ ഒരു കുത്തും കൂടെ കുത്തും വചനത്തിനിട്ട്. എന്തെന്നാ കുത്തുന്നത്? ചിലരൊക്കെ ചുമ്മാ ഇരുന്ന് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേച്ചിയും കൂടി അടുത്ത ദിവസം പറഞ്ഞായിരുന്നു, ചുമ്മാ വചനമൊന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഇച്ചിരി അത്ഭുത അടയാളമൊക്കെ വേണ്ടതെന്ന്. ഞാനും അതൊക്കെ ആഗ്രഹിക്കുന്നയാളാണ്. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞല്ലോ. ഇച്ചിരി അത്ഭുതം അടയാളമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വചനം പ്രസംഗിക്കുമ്പോൾ ഇച്ചിരി അല്ല, ഒത്തിരി അത്ഭുതം അടയാളവും വേണം. എന്തിനാ ഇച്ചിരി ആക്കണേ? ഇച്ചിരി അത്ഭുതം അടയാളമൊക്കെ വേണ്ടതെന്ന്. അങ്ങനെ ഇച്ചിരി ഒന്നും വേണ്ടത്. നമുക്ക് ഒത്തിരി അത്ഭുതം അടയാളമൊക്കെ വേണം. പക്ഷെ വചനം പ്രസംഗിക്കണം, ക്രൂശ് പ്രസംഗിക്കണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തണം, എന്നിട്ടുള്ള അത്ഭുതം അടയാളമൊക്കെ മതി. അപ്പോൾ ഈ കൊച്ചൻ എന്നാ പറഞ്ഞെന്നറിയാവോ? അങ്ങനെ യൂത്തിക്കോസ് താഴെ പോയി, പൗലോസ് പ്രസംഗം തുടർന്നു. അതങ്ങനെ നേരം വെളുക്കുന്നവരെ പ്രസംഗിച്ചു. അപ്പോൾ രാവിലെ ഈ പ്രസംഗം കൺക്ലൂഡ് ചെയ്ത് ആശീർവാദമൊക്കെ പറഞ്ഞ് പോകുന്ന വഴിക്ക് ആളുകൾ പുള്ളിയോട് മരിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ പുള്ളിയെ തട്ടിയിട്ട്, എടാ മോനെ എഴുന്നേറ്റ് വീട്ടിൽ പോടാ എന്നവർ പറഞ്ഞു. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഗ്ലോറി! പെന്തിക്കോസുകാർ കേൾക്കുന്ന പ്രസംഗമാണ്. അത് പെന്തിക്കോസുകാർ മാത്രമല്ല കേട്ടോ കേൾക്കുന്നത്. സർവ്വലോക നസ്രാണികൾ ഇതൊക്കെ കേൾക്കുകയാണ്. ഇതെല്ലാം മനുഷ്യരും കേൾക്കുകയാണ്. എന്നിട്ട് അവരെല്ലാം ഓരോ അസസ്മെൻറ്റുകളിലെത്തും. ഇതാണ് പെന്തിക്കോസ്ത്. മനസ്സിലായോ? കാതോലിക്ക ബാബ അത് കാണും, പാത്രിയാർക്കീസ് അത് കാണും, കർദിനാളുമാരെല്ലാം കാണും, നമ്മുടെ ശ്രീമാൻ പോപ്പും കാണും. എന്നിട്ട് അവർ തന്നെ ഇരുന്ന് പറയും, ഇതാണോ പെന്തിക്കോസ്ത്? ഇതിലേക്കാണോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങിപ്പോയത്? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പുള്ളി തന്നെ ഇരുന്ന് പറയും. ഈ സൈസ് വട്ടന്മാരുടെ സംഘമാണോ പെന്തിക്കോസ്ത് എന്ന് ചോദിക്കും.
അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഈ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പറയിടയ്ക്ക് ഈ സൈസ് വട്ടന്മാരുടെ സംഘമല്ല, വെളിപ്പാട് പ്രാപിച്ചവരുടെ സംഘമാണ്, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒത്തിരി സഹോദരിമാർ അവിടെ ഇരുന്ന് ചില സഹോദരന്മാരും ഒക്കെ പറയും, അല്ലേലും ആ പാസ്റ്റർ കുറ്റം പറയുന്ന പാസ്റ്ററാ. ഇത് പോപ്പ് അവിടെ ഇരുന്ന് വത്തിക്കാനിരുന്ന് പറയാ, ഇവന്മാരെ എന്നതാ ഈ കാണിക്കുന്നത്? ഇതാണോ ക്രിസ്ത്യാനിറ്റി? കാതലിക്ക് ബാവ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോരോ ബാവമാരും മെത്രാന്മാരും കർദിനാൾമാരും ഒക്കെ പറയാണ് ഇവരുടെ തലയ്ക്ക് എന്തോ ഓളം ഉണ്ടെന്ന് അവർ പറയുക. അപ്പം നമ്മൾ പറയും അങ്ങനെ ഓളം ഉള്ളവരല്ല, ഞങ്ങളൊരു വെളിപ്പാടനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ്, ചുമ്മാ സാധാരണ മനുഷ്യരല്ല. ഞങ്ങൾ ക്രൂശിൻ്റെ ദർശനം കണ്ടവരാണ്, ഞങ്ങളുടെ ലൈഫിലൊരു എൻകൗണ്ടർ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവുമായിട്ട് മുഖാമുഖം വന്നവരാണ്, ഞങ്ങൾക്ക് പാപബോധം വന്നവരാണ്, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവൻ ഞങ്ങളെ ഉദ്ധരിച്ചു, ഞങ്ങളിന്ന് ഉറപ്പുള്ള പാറമേ നിൽക്കുന്നവരാണ്, ബോധക്കേടുള്ളവരല്ല. ഞങ്ങൾക്ക് ബോധക്കേടുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് വരുത്തി? പാപത്തെക്കുറിച്ച് ബോധം വരുത്തി. അങ്ങനെ ആ ബോധത്തിൽ ഞങ്ങൾ ആരെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആരെന്ന് തിരിച്ചറിഞ്ഞ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ മനുഷ്യരാ ഞങ്ങൾ, വാവിട്ട് കരഞ്ഞവരാ, അങ്ങനെ സറണ്ടർ ചെയ്തവരാണ്, അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ആ ഞങ്ങളാണ് ഇന്ന് വസ്തിയെ മാറ്റി എസ്തേറിനെ നമുക്ക് എടുക്കാന്ന് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളുന്നത്. എന്തോരം പെണ്ണുങ്ങൾ അവിടെ നിന്ന് തുള്ളുന്നതെന്നറിയാവോ? സത്യം പറയാം, കോട്ടയം ചാട്ട കിട്ടുകയാണെങ്കിൽ അതുങ്ങൾക്കിട്ടൊക്കെ നല്ല പൊട്ടീര് കൊടുക്കുക വേണ്ടത്. ഇതും കൂടെ ഒന്നും വീട്ടിൽ ഭർത്താക്കന്മാരോ അമ്മയപ്പന്മാരോ ആരും ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒരുവൻ വന്ന് പറയുമ്പോൾ അത് കേട്ട് നിന്ന് രസിക്കുകയല്ല, ആരാധനയാണ് നടക്കുന്നത് അവിടെ. ഇവിടെ ഉണ്ടാക്കുന്ന കാളക്കുട്ടിയാ, പുലർകാല കാളക്കുട്ടി ഉണ്ടാക്കുന്നു, പുലർകാല ആരാധന, ഹോമയാഗം അർപ്പിക്കുന്നു, സമാധാനയാഗം കൂടെ അർപ്പിക്കുക. കൂട്ടത്തിൽ ഹോമയാഗം കൊണ്ട് നിൽക്കുന്നില്ല, സമാധാനയാഗം കൂടെ അർപ്പിക്കുക. അതുപോലെയാണ് അടുത്ത ബിരുദന്മാർ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിലെ ആ കോമാളിത്തരം പറഞ്ഞാണ് ഇവിടം വരെയൊക്കെ ഇങ്ങനെ പോയത്. അതിൻ്റെ കൂട്ടത്തിലെ ഞാൻ പറഞ്ഞത്, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഇത്തരത്തിലുള്ള പരിശോധനകളുണ്ട്. വിശ്വാസ സമൂഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 2 ഇൻസിഡൻറ്റ് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ. അത് വ്യക്തമായി പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ കാരണത്താലാണ് ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ ഇന്ന് അനേകർ ശുശ്രൂഷയ്ക്ക് വരുന്നു. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓടിച്ചാടി വരുന്നു. എന്നാൽ ഒരു സമയത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നവർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവർ സീനിയറായിട്ടുള്ള മുതിർന്ന ശുശ്രൂഷകന്മാരുടെ കൂടെ നടന്ന് നാളുകൾ നടന്ന് കണ്ടും കേട്ടും അധ്വാനിച്ചും പല പല രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു സമർപ്പണത്തിൽ നിന്ന് വചനം പഠിച്ച് മുന്നോട്ട് വരികയായിരുന്നു ഒരു സമയത്ത്. പിന്നത്തേതിൽ നമുക്ക് ഈ കൂടുതൽ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു വന്നപ്പോൾ ബൈബിൾ സ്കൂളുകൾ, ബൈബിൾ കോളേജുകൾ, അത് കഴിഞ്ഞ് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് സെമിനാരികൾ എന്നുള്ള നിലയിലേക്കൊക്കെ വന്നു. അവിടെയൊക്കെ പോയി പഠിച്ച് BTH, MTH ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ലെവലിൽ ആളുകൾ പുറത്തു വരുന്ന ഒരു രീതിയാണ് പിന്നെ കണ്ടത്. തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെ കൂടെ നടന്ന് പഠിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ചില സമയങ്ങളിലൊക്കെ അബദ്ധ പഞ്ചാംഗങ്ങളൊക്കെ സംഭവിച്ച ചരിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മണ്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. അതേസമയം ഈ പഠനക്കാരുടെ അടുത്തേക്ക് വന്നപ്പോൾ പഠനക്കാർ കണ്ടമാനം പഠനമൊക്കെ പഠിച്ചെങ്കിലും വെളിപ്പാടുകളും സമർപ്പണങ്ങളും ആ ഒരു തലമൊക്കെ ഇച്ചിരി കുറഞ്ഞുപോയി. ഒത്തിരി ഹീബ്രുവും ഒത്തിരി ഗ്രീക്കും പഠിച്ചു എന്നുള്ളത് വാസ്തവമാണെങ്കിലും സമർപ്പണവും വെളിപ്പാടും അതൊക്കെ ഇത്തിരി കുറഞ്ഞു പോയി എന്നുള്ളതൊരു വാസ്തവം. ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കൂട്ടരെയും കൂടെ പരിചയപ്പെടുത്താം. ആ കൂട്ടരെന്ന് പറയുന്നത് അതാണ് ഫ്രീലാൻസ് പാസ്റ്റേഴ്സ്. അവരിങ്ങനെ അപ്പൂപ്പൻ താടിയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്, ലിക്വിഡ് ഫയറും പിന്നെ അങ്ങനത്തെ ഒത്തിരി നേരം പോക്കുകളുമായിട്ട്. അവർക്ക് എങ്ങും കണക്ക് പറയേണ്ടതില്ല, ആരോടും കണക്ക് പറയേണ്ടതില്ല. അവരാരുടെയും കീഴിലിരുന്നൊന്നും കണ്ടും കേട്ടും പഠിച്ചിട്ടില്ല. അവരുടെ തലമണ്ട മുഴുവനും ഈ അഭിഷേകമാണ്. അഭിഷേകം എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത്, പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ, അതായത് ഇവരെല്ലാം പണത്തിന് വേണ്ടിയാണോ എന്നൊക്കെയുള്ള. എല്ലാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എല്ലാവരും പണത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. കാരണം ഇട്ടുമൂടാൻ പണമുള്ള ആളുകളും ഇത്തരം ഗ്യാങ്ങുകളിലുണ്ട്, ഇത്തരം ഗ്രൂപ്പുകളിലുണ്ട്, ധാരാളം പണമുള്ളവരുണ്ട്. അവരുടെ ഉള്ളിലുള്ള ഒരു താല്പര്യം എന്ന് വെച്ചാൽ ഒരു ഇത്തിരി പ്രശസ്തിയാണ്. 4 ആൾ അറിയണം, അവർ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്ത് പോകുന്നതിന് മുമ്പ് ഒത്താൽ ഒരു മരിച്ചവരെങ്കിലും ഉയർപ്പിക്കുക. അവർ ആ അത്ഭുതത്തിനും അടയാളത്തിനും അഭിഷേകത്തിനും ഒക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്.
പിന്നെ അവരുടെ ഉള്ളിൽ ഒരു 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 ദൈവത്തോടുള്ള ഒരു ചിന്തയൊക്കെയുണ്ട്, ദൈവത്തോടൊക്കെയുള്ള ചിന്തയുണ്ട്. അവർ ആ ദൈവത്തെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രമാണപ്രകാരം വചനപ്രകാരം അല്ലെന്ന് മാത്രം. അതാണ് അവരുടെ ജീവിതത്തിലെ വലിയ അപകടമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാനൊരു വാക്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു വാക്യം 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം. 1 Thessalonians chapter 2 verse 2. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മൾ പൗലോസിൻ്റെ മിഷൻ യാത്രകൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ 1-2 മിഷൻ യാത്രകൾ കഴിഞ്ഞിട്ട് 3-ാം മിഷൻ യാത്രയിലേക്ക് വന്നപ്പോഴാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നൊരു വിഷയത്തിലേക്ക് കടന്ന് ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജിലേക്ക് പോകാനിടയായത്. 3-ാം മിഷൻ യാത്രയിൽ നമ്മൾ പരിശുദ്ധാത്മ നിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 2-ാം മിഷൻ യാത്രയിൽ ആ മെസ്സേജുകൾക്ക് നമ്മളൊരു ടൈറ്റിൽ കൊടുത്തു, ഒരു മക്കതോന്യ വിളി എന്നുള്ള നിലയിൽ. പൗലോസ് ആസിയിൽ വന്നു, അവിടെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ വിലക്കുകയും ഒരു ദർശനപ്രകാരം മാസിഡോണിയയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ മാസിഡോണിയയിലെ ആദ്യത്തെ പട്ടണമായ ഫിലിപ്പിയിൽ കടന്നു വരികയും ഫിലിപ്പിയിൽ ചില നാൾ അവിടെ സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കൊരളവിലറിയാം. അപ്പോൾ അങ്ങനെ കടന്നു വന്ന് അവിടെ ലുദിയായെയാണ് കണ്ടുമുട്ടുന്നത്. അവിടുത്തെ സിനഗോഗുകളിൽ സുവിശേഷം അറിയിച്ചു. അത് തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലുദിയ കേട്ടു, വേറെ ഒത്തിരി സഹോദരിമാർ കേട്ടു. നിങ്ങളാരും ആ ഭാഗത്തേക്ക് വരണ്ട, ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ നിന്നോ, ഞാൻ അതൊന്ന് വായിച്ചിട്ട് ഓടി ഇവിടെ തന്നെ വരാം. 16-ാം അധ്യായം ഞാൻ തുറന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ എന്നിട്ടതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അല്ലെ 13-ലേക്ക് വരുമ്പോൾ, ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തുപോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്ന് അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്താര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പിന്നത്തേതിൽ അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, പിന്നെ അവൾ ചില കാര്യങ്ങളൊക്കെ പറയാണ്. അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാവോ? ഈ 13-ാം വാക്യത്തിൻ്റെ ഒടുവിൽ കാണുന്ന ഇങ്ങനെയാണ്: അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുഴവക്കത്ത് പല സഹോദരിമാരും ഉണ്ടായിരുന്നു. ആ സഹോദരിമാരോടെല്ലാം സംസാരിച്ചു. പക്ഷേ നിരാശാജനകമായൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്നറിയാവോ? ഈ പുള്ളിക്കാരികളെല്ലാം കേട്ടിരുന്നു. കേട്ടിട്ട് അവരതെല്ലാം പിടിച്ച് ആ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞു. കേട്ടത് അധിക ശ്രദ്ധയോടെ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞു. എല്ലാം മിടുക്കികളാണ്. ചിലത് ഡോക്ടർമാരാ, ചിലർ അഡ്വക്കേറ്റ്സ് ആണ്, ചിലത് എഞ്ചിനീയർമാരാണ്, ചിലത് കച്ചവടക്കാരികളാണ്, ചിലത് തൂപ്പുകാരികളാണ്, ചിലത് നഴ്സുമാരാണ്. അങ്ങനെ എല്ലാ സൈസ് സഹോദരിമാരും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് കൂട്ടിയേക്കാം. എല്ലാവരും കേട്ടു എന്നേ, എല്ലാവരും കേട്ടു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കേട്ടത് മിച്ചം. എത്ര കാലം കേട്ടു? കുറേ കാലം കേട്ടു. ഈ പ്രസംഗം കേൾക്കാൻ അവരെങ്ങനെ വന്നോ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു ചലനങ്ങളും ഇല്ലാതെ തന്നെ അവരതേ രീതിയിൽ വീട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഒരു സഹോദരി, തീർത്ഥാടനക്കാരത്തി, ഒരു ബിസിനസ്സുകാരിയായ ലുദിയ, അവളുടെ ഹൃദയം തുറക്കപ്പെട്ടു. മനസ്സിലായോ? ഞാൻ ആ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കത്തിയൊരു കാര്യമാണ്. എൻ്റെ സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിൽ കാലങ്ങളായി എത്രയോ സഹോദരിമാരോട് സംസാരിക്കുന്നു. ചില ലുദിയാമാരുടെ ഹൃദയങ്ങളെ തുറക്കുന്നുള്ളൂ. ചിലത് അവർ പറയുന്നത് അത് കുറ്റിയിട്ടിരിക്കുക, അത് ഊരാ നോക്കിയിട്ട് ഹൃദയം തുറക്കാൻ വേണ്ടിയിട്ടേ. എന്ന് വെച്ചാൽ കർത്താവുമായി ബന്ധമില്ലാത്തവരോ ഈ പെന്തിക്കോസുകാരല്ലാത്തവരൊന്നും അല്ല. അതൊക്കെ പെന്തിക്കോസൊക്കെ തന്നെയാണ്. പക്ഷെ ഹൃദയം അങ്ങ് തുറന്നു കൊടുക്കാറില്ല. അത്ര അങ്ങ് തുറന്നു കൊടുക്കാറില്ല. അതിനവർ പറയുന്നത് അതിന് മാത്രം ഒന്നും കേൾക്കണ്ട, ഈ കുറച്ചൊക്കെ കേട്ടങ്ങ് പോയാൽ മതി. ഞായറാഴ്ച ഒരു ആരാധനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഈ ഇച്ചിരി പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ലുദിയ അങ്ങനെയല്ല. അവളുടെ ഉള്ളം തുടിക്കുകയായിരുന്നു. കേട്ട് തുടങ്ങിയപ്പോൾ അവൾ ആ സത്യവചനത്തിന് വേണ്ടിയ ദാഹം അവളെ
ഇരുത്തി അങ്ങ് കേൾപ്പിച്ചു. കേട്ട് 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 വന്നപ്പോൾ അവൾ ഹൃദയം തുറന്നു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, പിന്നത്തേതിൽ തൻ്റെ ഭവനവും കൂടെ തുറന്നു കൊടുക്കുകയാണ്. അതാണ് ലുദിയ. എനിവേ, അത് ആ തുടക്കം ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയും ലുദിയായും വിട്ടേക്കാം. നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. അതായത് ആ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ ഓർക്കണം. ലുദിയായുടെ വീട്ടിൽ പിന്നീട് സുവിശേഷ ഘോഷണങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചർച്ച ആരംഭിക്കുന്നു. അത് മാത്രമല്ല, പൗലോസ് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഒരു സഹോദരി ശ്രീമതി വെളിച്ചപ്പാടത്തി പൗലോസിനോട് കൂടെ കൂടെ പറയുന്നുണ്ട്, പ്രൈസ് ലോർഡ് ബ്രദർ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ശുശ്രൂഷയൊക്കെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇവരെ കാണുമ്പോൾ ഒക്കെ നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. പക്ഷെ പൗലോസിന് അത് കേട്ടിട്ട് അത്ര താല്പര്യം തോന്നിയില്ല. താൻ മുഷിഞ്ഞുകൊണ്ട് അവളെ ശാസിച്ചു. അവളെ അല്ലല്ലോ, അവളുടെ ഉള്ളിലിരിക്കുന്ന ആ ഭൂതാത്മാവിനെ ശാസിച്ചു. അവിടെ പിന്നീടുണ്ടായത് വലിയ പ്രതിസന്ധികളാണ്. താനെ കാരാഗ്രഹത്തിൽ എത്തേണ്ടി വന്നു. അതും ഈ 16-ാം അധ്യായം വായിക്കണം. കാരാഗ്രഹത്തിലേക്ക് പോകുന്ന പോക്കെന്നൊക്കെ പറയുന്ന അത്ര നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ ലുസ്രായിലെ ആ മുടന്തനെ സൗഖ്യമാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നൊരു വരവുണ്ട്, പൗലോസും ബർണബാസും. ആ വരവിൽ ഹാരാർപ്പണങ്ങൾ, മാലകളൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. മാലകളൊക്കെ ആയിട്ട് വന്ന് ഇന്ദ്രനും ചന്ദ്രനും ബുധനും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ പൂക്കളൊക്കെ വിതറി കാണുമായിരിക്കും. ചിലപ്പോൾ ദാസന്മാരെ വരൂ, പൂക്കളൊക്കെ വിതറിയായിരിക്കും കൊണ്ടുപോയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഉടുത്തായിരുന്ന തുണി മുഴുവനും അഴിച്ചെടുത്തോണ്ട് പോയി. നോക്കണേ, ഈ അപ്പോസ്തലന്മാരുടെ തുണിയൊക്കെ അഴിച്ചുകൊണ്ട് പോയിട്ട് ആളുകൾ കോലും കൊണ്ടുവരെ അടിച്ചു. അങ്ങനെയാണ് ജയിലിലേക്ക് പോയത്. അവരെ ഒരുതരം നിന്ദിക്കുന്ന അനുഭവത്തിലാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവർ ഫിലിപ്പിയിലെ ജയിലിൽ കിടക്കുന്നതും ഒക്കെ അവിടെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം. അത് കാലങ്ങൾക്ക് ശേഷം ഫിലിപ്പിയിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. 6-7 വർഷങ്ങൾക്ക് ശേഷം താന് ഈ ലേഖനം എഴുതുമ്പോൾ ഈ തെസ്സലോനിക്കരോട് പറയുകയാണ് ഫിലിപ്പിയിലെ സംഭവം. എന്താ തെസ്സലോനിക്കരോട് പറഞ്ഞത്? ഫിലിപ്പിയ കഴിഞ്ഞിട്ട് ആ തെസ്സലോനിക്കയിൽ വന്നത്. ഫിലിപ്പിയിൽ നിന്ന് ആംഫിപോലീസ് വഴി തെസ്സലോനിക്കയിൽ വന്നു. 2-ാം മിഷൻ യാത്രയിലെ 2-ാമത്തെ പ്രധാന പ്ലേസാണ് തെസ്സലോനിക്ക. തെസ്സലോനിക്കയിലും സംഭവിച്ചത് എന്താന്ന് ഈ തെസ്സലോനിക്ക ലേഖനം വായിച്ചാൽ മതി. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ സംഭവവികാസങ്ങളൊക്കെ 17-ാം അധ്യായത്തിലുണ്ട്, തെസ്സലോനിക്കയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ തെസ്സലോനിക്കയെ ഓർമ്മിപ്പിക്കുകയാണ്. 2-ാം മിഷൻ യാത്രയിലെ ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഓർമ്മിപ്പിച്ചത്? നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. 2-ാം മിഷൻ യാത്രയിലേക്ക് വരുന്ന കാര്യമായി പറയുന്നത്. 2-ാം മിഷൻ യാത്രയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് താനൊരു യാത്ര പോയി ദമസ്കോസിലേക്ക്. ആ ദമസ്കോസിൽ വെച്ചാ പിടിക്കപ്പെട്ടത്. ദമസ്കോസിലേക്ക് പോകുന്ന പോക്കിൽ പൗലോസ് ആരാ, എങ്ങനെയാ? ദമസ്കോസിലേക്ക് പോകുന്ന പൗലോസിനെ കുറിച്ചുള്ള പുള്ളിയുടെ ആ ഡീറ്റെയിൽസ്, പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചറും അത് താഴെ എഴുതിയിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഗംഭീരമായ പിക്ചറാണ്. അതിന് താഴേക്കുള്ള കാര്യങ്ങൾ: ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് അഭ്യസിച്ചവൻ, തത്വശാസ്ത്രത്തിലൊക്കെ ഉയർന്ന നിലവാരമുള്ളവൻ, റോമൻ പൗരത്വമുള്ളവൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായർ എന്നൊക്കെ പറഞ്ഞ് താൻ തന്നെ പറയുന്നില്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചാർത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് താന് ദമസ്കോസിലേക്ക് വരുന്നത്. അവിടെ വെച്ച് പിടിക്കപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെയും പുറകോട്ട് പോകേണ്ടി വരും. അങ്ങനെ പിടിക്കപ്പെട്ട പൗലോസ് പിന്നത്തേതിൽ യൂദായുടെ വീട്ടിൽ നേർവീതിയിലിരിക്കുന്ന ഒരു കാഴ്ച നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ. അങ്ങനെ യൂദായുടെ വീട്ടിലിരിക്കുമ്പോൾ അനനിയാസ് എന്ന് പറയുന്ന ശിഷ്യൻ അവിടെ കടന്നു വരുന്നുണ്ട്. അനനിയാസിനോട് കർത്താവ് പറയാണ്, നീ യൂദായുടെ വീട്ടിൽ ചെന്ന് പൗലോസിനെ കാണുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അനനിയാസ് ഒരു നടുക്കം നടുങ്ങിക്കൊണ്ടാണ് പറയുന്നത്. എന്താ ഈ പറയുന്നത്? ഈ കക്ഷി ആരാ? അവൻ ദൈവസഭയെ എത്രമാത്രം മുടിച്ചവനാ, അല്ലെങ്കിൽ മുടിപ്പിച്ചവനാണ്, ഉപദ്രവിച്ചവനാണ് ആ വ്യക്തിയോ എന്നാണ് ചോദിക്കുന്നത്. അത് കേവലം ഒരു മാനുഷികമായൊരു ചോദ്യമാണ്. എന്നിരുന്നാൽ തന്നെയും അതിന് കർത്താവ് അനനിയാസിനോട് മറുപടി പറയുന്നതാണ് 15-ാമത്തെ വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രമാണ് പൗലോസ് ശ്ലീഹ. തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. എങ്ങനെയാ വായിച്ചത്?
നീ പോക, അവരെൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. 15-ാം വാക്യം ഇപ്പോൾ വായിച്ചത്. അത് വലിയ കുഴപ്പമില്ല, അതിനകത്ത് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, വലിയ സംഭവം തന്നെ അത്. ഓ, കർത്താവ് തിരഞ്ഞെടുത്തല്ലോ എന്നൊക്കെയാ. എന്നാൽ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് എങ്ങനെ വായിക്കും? എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ നാമം ജാതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത് എൻ്റെ നാമനിമിത്തം അവൻ എന്തുമാത്രം കഷ്ടങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് പൗലോസിനോടല്ല പറയുന്നത്, അനന്യാസിനോട് പറഞ്ഞു വെക്കുകയാണ്. പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചരിത്രത്തിൽ ഒന്നൊന്നായി സംഭവിക്കുകയാണ്. 1-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ താന് കടന്നു വരുന്ന ഓരോരോ സ്ഥലങ്ങളെ എടുത്തു നോക്കുക. ഓരോ സ്ഥലങ്ങളെയും ആ ആദ്യത്തെ യാത്രയിൽ കടന്നു വരുന്നത് കുപ്രോസ് ദ്വീപിലേക്കാണ്. അവിടെ നിന്ന് മെയിൻലാൻഡിലേക്ക് വരുന്നു. അതായത് പിസിത ദേശത്തെ അന്ത്യോക്യയിൽ വരുന്നു. അവിടെ സിനഗോഗിൽ പ്രസംഗിക്കുന്നു. എന്തെല്ലാം കലഹങ്ങൾ, ബഹളങ്ങളാണ് അവിടെ. അടുത്തപടി അവിടെ നിന്ന് പൊടിയും തട്ടി ഓടുകയാണ് ലുസ്രയിലേക്ക്. അവിടെ കല്ലേറ്, മരിച്ചുപോയ അവസ്ഥ. അങ്ങനെ ഇക്കോനിയ ലുക്കോനി എന്ന് വേണ്ട 1-ാം മിഷൻ യാത്രയിൽ അനവധി കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ നാമനിമിത്തം. അത് കഴിഞ്ഞ് 2-ാം മിഷൻ യാത്രയിൽ വരുമ്പോൾ തുടങ്ങുകയാണ് ഫിലിപ്പിയിൽ. നമ്മൾ പറയില്ലേ, നടയടിയോടുകൂടിയാണ് തുടങ്ങുന്നത് 2-ാം മിഷൻ യാത്ര. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നിന്ന് തുടങ്ങുകയാണ്. പിന്നീട് തെസ്സലോനിക്കയിലുണ്ടായ സംഭവവികാസങ്ങൾ ഭയങ്കരമാണ്. അത് കഴിഞ്ഞ് ബെറോവയിലേക്ക് വരിക, മതിലിൻ്റെ മുകളിലൂടെ. തെസ്സലോനിക്കയിലും ബെറോവയിലേക്ക് വരുമ്പോൾ അവിടെ മതിലിൻ്റെ മുകളിൽ നിന്ന് കൊട്ട വഴി കെട്ടി താഴെ ഇറക്കി വിട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പല നിലകളിൽ അഥേനയിൽ വരുമ്പോൾ അതുപോലെയൊക്കെ തന്നെ, കൊരിന്തിൽ വരുമ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായി. കാലങ്ങൾക്ക് ശേഷം ഈ ലേഖനം എഴുതും പൗലോസ് പറയാണ്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും. ഇത്രയും നേരം അല്പം വിസ്തരിച്ചാ പറഞ്ഞത്, എന്നാൽ കാതലായ കാര്യത്തിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ മുൻഗാമികളായ ശുശ്രൂഷകരുണ്ട്, പന്തിരവരായ അപ്പസ്തലന്മാർ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പഠിക്കാൻ പാകത്തിന് തുറന്നു തന്നിരിക്കുന്നത് പൗലോസിന്റെ സഞ്ചാരങ്ങളും ശുശ്രൂഷകളുമാണ്. കാരണം അദ്ദേഹമാണല്ലോ കൂടുതൽ ലേഖനങ്ങളൊക്കെ എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടുതൽ താളുകൾ പൗലോസിന് വേണ്ടിയിട്ടാണ് വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. ആ കാരണങ്ങളാൽ നമ്മുടെ പഠനങ്ങളിൽ ഏറിയ പങ്കും ആ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, ശുശ്രൂഷയിൽ കഷ്ടങ്ങളുണ്ട്, ശുശ്രൂഷയിൽ നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. നമ്മുടെ കേൾവിക്കാരും പോയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? എല്ലാവരും കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരാണ് കേൾക്കുന്നത്. അറിയാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നല്ല മേലാൽ കേൾക്കുന്നുണ്ടെങ്കിൽ, അവർക്കെല്ലാം വേണ്ടി പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ നിന്ദകൾ, അപമാനങ്ങളുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം, അത് ജനറലായിട്ട് പറയുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ശുശ്രൂഷകന്മാരെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരികയാണ്. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസന്മാരിവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാണ്, വളരെ ഒഥന്റിക് ആയിട്ട് പറയുകയാണ്, പുതിയ നിയമ ശുശ്രൂഷയിൽ കഷ്ടങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന് വിരുദ്ധമായി പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്യുന്നവൻ സാത്താന്റെ പൊന്നുമോനാണ്. അവൻ ഏത് കൊമ്പത്തെ ആളാണെങ്കിലും കൊള്ളാം, അവർ സാത്താന്റെ പൊന്നുമോനാണ്. അങ്ങനെ പറഞ്ഞാൽ പോരെ? സാത്താൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരൊക്കെ. നമ്മുടെ കോട്ടയത്തെ അച്ചായനില്ലേ, നമ്മൾ ഇടയ്ക്ക് ഈ ചെത്തിൽ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ചില്ലേ ഒരു ചങ്ങാതിനെ? കോട്ടയത്തെ വലിയ പേര് കേട്ട പുള്ളി. എല്ലാം സാത്താൻ്റെ ആൾക്കാരാണ്. അവരെല്ലാം പറയുന്നത് എന്നാ? കർത്താവ് നമ്മെ ചെത്തില്ല, നമ്മൾ പറയും ചെത്തൂന്ന്. ഇത് തമ്മിൽ എങ്ങനെ ഒത്തുപോകും സഹോദരങ്ങളെ? ഇതൊന്നും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല. ഇതെല്ലാം രണ്ട് ആത്മാവാണ്. അവരുടെ ഇടയിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഒരിക്കലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. കഴിയും, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഏത് ദൈവ സാന്നിധ്യം? ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. സാക്ഷാൽ സത്യേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ആ മറ്റേ ഉദ്ദേശിയെ നമ്മളൊന്ന് തിരുത്തുക. ദൈവ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞത്, താൻ ആത്മസാന്നിധ്യം അനുഭവിച്ചു. അവിടെ വ്യാപരിക്കുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിന്റെ സാന്നിധ്യം തൻ്റെ ദേഹിയിൽ സ്പർശിക്കപ്പെട്ടു. തനിക്കൊരു കുളിര് കോരി ആ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ തനിക്കൊരു കുളിര് കോരലുണ്ടായി.
ഈ രോമമൊക്കെ പയ്യൊന്ന് എഴുന്നേറ്റ് വന്ന് കാണും. അതുകൊണ്ടാണ് പെട്ടെന്ന് പുള്ളി ഒരു കുറിപ്പും ലേഖനമൊക്കെ ആയിട്ട് വന്നത്. ബാംഗ്ലൂരിലൊക്കെ ഭയങ്കര ദൈവ സാന്നിധ്യമാണ്, പെന്തിക്കോസ്തുകാർ അതിനൊന്നും സംശയിക്കണ്ട എന്നൊക്കെ. 35-45 കൊല്ലക്കാരായി പറയുന്നത്. പക്ഷേ ഈ 45 കൊല്ലക്കാരും പാസ്റ്റർമാരുടെ മക്കളും പിന്നത്തേത് ഈ പാസ്റ്ററായവരൊക്കെ ഇത് പറയുമ്പോൾ, എൻ്റെ അപ്പം പാസ്റ്ററൊന്നും അല്ല കേട്ടോ, ഞാൻ ഒരു പെന്തിക്കോസ്തുകാരൻ്റെ വീട്ടിൽ ജനിച്ചയാളുമല്ല. പക്ഷെ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ആധികാരികമായ പറയുന്നത്. പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്, എൻ്റെ മകനെ തിമോത്തിയോസേ, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. ഒരു ബോധക്കേടാണോ പറയുന്നത്? എൻ്റെ മകനെ തിമോത്തിയോസേ, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക എന്ന്. പുതിയ നിയമ ശുശ്രൂഷ അതാണ്, ആധികാരികമായല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിന്ദിക്കപ്പെട്ടവനാണ്, അവൻ അപമാനിക്കപ്പെട്ടവനാണ്, അവൻ ത്യജിക്കപ്പെട്ടവനാണ്. അവൻ്റെ ശുശ്രൂഷകന്മാരും അത്തരക്കാരായിരിക്കും. മറ്റൊരു വാക്യം ഞാൻ പരിചയപ്പെടുത്താം, നമുക്കറിയാവുന്നതാണ്, ജസ്റ്റ് ഓടിച്ചു പറയാം. അതായത് 1 പത്രോസ് 2-ാം അധ്യായത്തിന് 4-ാം വാക്യം പലപ്പോഴായിട്ട് നമ്മൾ പറയുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഹിന്റ് ചെയ്യാണ്. നമ്മുടെ കർത്താവിനെ അവിടെ വിളിക്കുന്നത് ലോകം തള്ളിയ കല്ലെന്നാണ്. ലോകം തള്ളിയ കല്ല്. കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് അവിടെ വിളിക്കുന്നത് പത്രോസ്? ലോകം തള്ളിയ കല്ല്. ലോകം തള്ളിയ കല്ലിന് അടുക്കിലേക്ക് വരാനാ പറയുന്നത്. വിചിത്രമായൊരു ആഹ്വാനമാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണമൊന്നും. നമ്മളിന്ന് കാണുന്ന അമ്പരചുംബികളായ പള്ളികളും താടി മുടിയുള്ള വലിയ മെത്രാച്ചന്മാരും ഇമ്പാലക്കാറിലും ഇപ്പൊക്കെ കാറിന്റെ പേര് വേറെ. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പറയുന്നതാണ് ഇമ്പാലക്കാർ. അങ്ങനെ ഇമ്പാലക്കാറിലൊക്കെ പോകുന്ന മെത്രാച്ചന്മാര്, പിന്നെ എന്നാ അവർ വരുമ്പോഴത്തേക്കും കാറിന്റെ ഡോറ് തുറക്കുന്നു, ബെഞ്ചാമരം വീശുന്നു, എന്തോ ഒരു സാധനം വീശുന്നു, പിന്നെ മേക്കട്ടി കൊണ്ടുവരും. ഇങ്ങനെ ചൂടടിക്കാതെ, സൂര്യൻ്റെ ചൂടടിക്കാതെ മേക്കട്ടി പെട്ടെന്ന് കൊണ്ടുവരും. ഇങ്ങനെ ഒരു 4 കമ്പയിൽ ഇങ്ങനെ കുത്തി നിർത്താണ്, ഒരു തുണി ഇങ്ങനെ അതിൻ്റെ മുകളിലിരിക്കും. മെത്രാച്ചൻ്റെ തലയിലും മുഖത്തും ഒന്നും വെയിലടിക്കരുത്. അപ്പം അതൊക്കെ അങ്ങനെ ഒരു രീതിയിൽ ഒരു ആർഭാടകരമായൊരു ജീവിതം അവർ നയിക്കുന്നത്. അവരൊന്നും ഒരു തെസ്സലോനിക്ക ലേഖനവും വായിക്കാറില്ല. ഏത് മെത്രാച്ചനെ തെസ്സലോനിക്ക ലേഖനം വായിക്കുന്നത്? അവർ വേറെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, തടിച്ച പുസ്തകങ്ങൾ. അതൊക്കെ വായിച്ചിട്ട് നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ പുറത്ത് കുതിര കയറാനും വരും. ഈ അടുത്തിടയ്ക്ക് ഒരു കോറപ്പിസ്കോപ്പ എനിക്ക് ആഴ്ചയിൽ 1-2 ദിവസം ലഡു തയ്യാറാക്കുന്നുണ്ട്. ലഡു ഒരു വയസ്സായ കോറപ്പിസ്കോപ്പയാ. ഇവിടെ നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള അകപ്പറമ്പ് ഏതാണ്ട് ഒരു പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു കോറപ്പിസ്കോപ്പ. എല്ലാ ദിവസവും പുള്ളി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ സജീവ് വർഗീസിനുള്ള മറുപടി പറയുന്നത് എന്താ? ബോധക്കേടാണ്. ഇപ്പം പ്രായമുള്ള ആളാണ്. ഈ ബോധക്കേടിനൊന്നും മറുപടി പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകാറില്ല. അങ്ങനെ 5-8 മെസ്സേജ് പറഞ്ഞു. ഒരെണ്ണത്തിന് ഞാനിതുവരെ മറുപടിയും പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം അങ്ങേരുടെ പേര്. ഇന്നിപ്പോൾ പേരും പറയുന്നില്ല ഞാൻ. ഇവർക്കൊന്നും നമുക്ക് മറുപടി കൊടുക്കാനില്ല. എല്ലാം ബോധക്കേടുകളാണ് പറയുന്നത്, വിവരക്കേടുകളാണ്. അതേസമയം നമ്മുടെ ഇടയിലും ഈ സൈസ് വിവരക്കേടുകൾ ആളുകൾ പറയുകയാണ്. ഇതാണ് പാറ്റേൺ, ഇതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ പാറ്റേൺ. ഇത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഒരു വാക്യം കൂടി ഉണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2-4-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗമുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ ഭാഗം ഒന്ന് പറയാം. സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഒരുവനെ കൊള്ളാകുന്നവനായി തെളിച്ചെടുക്കും. അങ്ങനെയാണ് ശുശ്രൂഷ പരമേൽപ്പിക്കുന്നത്. മുന്നമേ നമ്മളൊരു മെസ്സേജിനകത്ത്, നമ്മുടെ ഒരു സൺഡേ മെസ്സേജിനകത്ത് ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയപ്പോൾ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലെ 2 വെള്ളിക്കാഹളങ്ങളെക്കുറിച്ച് നമ്മളൊരു പഠനത്തിൽ ഏർപ്പെട്ടിരുന്നു. 2 വെള്ളിക്കാഹളത്തെക്കുറിച്ച്. അതായത് ജനത്തെ കൂട്ടിവരുത്താനും ജനത്തെ പുറപ്പെടുവിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന 2 വെള്ളിക്കാഹളങ്ങൾ, അവിടെ ഗംഭീരധ്വനി ഊതുന്നതും അങ്ങനെയായ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് ധ്യാനിച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അടൂരുള്ള ഒരു കൂട്ടം ആൾക്കാർ ഏതാണ്ട് ആട്ടിൻകൊമ്പ് കൊണ്ട് ഒരു കാഹളമൊക്കെ ഊതി അടൂരുള്ള നിവാസികളെല്ലാം ഓടിക്കുവോ അതേ ആളെ കൂട്ടുവാണോ എന്തോ രണ്ടിലെന്തോ സംഭവിച്ചവിടെ. അതായത് ഇത് ഊതുമ്പോൾ ആളുകൾ പുറപ്പെടണം, അതായത് നാട് വിട്ട് പോകണമല്ലോ. അല്ലെങ്കിൽ അതായത് അത് ഊതേണ്ട രീതിയൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അത് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രഭുക്കന്മാരെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഊതുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അടൂർ ഊതിയത് ഏത് രീതിയിൽ, ആരടുത്ത് വരാനാണ്, ആര് പുറപ്പെടാനാണെന്നൊരു പിടിയില്ല. അപ്പോൾ നമ്മളന്ന് അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിലെ ഈ വെള്ളിക്കാഹളം എന്ന് പറയുന്ന അടിപ്പ് പണിയിലാണ് ഉണ്ടാക്കേണ്ടത്. ബീറ്റൺ വർക്കാണ്, ബീറ്റൺ വർക്ക്.
ഈ വെള്ളി എടുത്ത് അടിച്ചടിച്ച് ഷേപ്പിൽ കൊണ്ടുവന്ന് അതങ്ങനെ ഒരു കാഹളം പോലെ ആക്കണം. അങ്ങനെ കാഹളം പോലെ ആക്കി കഴിയുമ്പോഴാണ് ഇത്ര വലിയ സൗണ്ട് അതിൽ നിന്ന് പുറപ്പെടുന്ന ആ ഗംഭീര ധ്വനി. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടത്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് പുതിയ നിയമത്തിലെ സുവിശേഷകരെ കാണിക്കുന്നു. ഈ വെള്ളിക്കാഹളങ്ങൾ ആരെയാണ് കാണിക്കുന്നത്? പുതിയ നിയമത്തിലെ സുവിശേഷകരെ കാണിക്കുന്നു. അവരുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യതയാണ് അതിലൂടെ നമ്മൾ പറയാനായിട്ട് താല്പര്യപ്പെട്ടത് ആ സമയത്ത്. അതായത് ഈ കാഹളം പണതൊരുക്കിയതാണ്. ഇവിടെ നമ്മൾ കാണുന്ന സുവിശേഷകരായ പൗലോസിനെയും തിമത്തിയോസിനെയും ഷീലാസിനെയും അല്ലെങ്കിൽ സിലനോസിനെയും അവരെ പണതൊരുക്കിയ കാഹളങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ആ 4-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് കാണുന്നത്? പണതൊരുക്കിയ കാഹളങ്ങൾ എന്നുള്ള നിലയിലല്ലേ? അങ്ങനെയല്ലേ? ഇങ്ങനെയാണോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഉപദേശിമാരും അവരുടെ ലൈഫിനെയൊക്കെ നിങ്ങൾ പഠിക്കുന്നത്? ഈ നിലയിലാണോ പഠിക്കുന്നത്? നമ്മളീ പറയുന്നൊന്നും മെജോറിറ്റി പെന്തിക്കോസുകാർ അംഗീകരിക്കില്ല സഹോദരങ്ങളെ. മെജോറിറ്റി അംഗീകരിക്കില്ല. അവർ പറയുന്നത് പുതിയ നിയമ ശുശ്രൂഷയും വിശേഷിച്ച് പെന്തക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സൈക്കിളിൽ വരണം, എന്നിട്ട് അവർ ഇന്നോവേ കയറിപ്പോണം. അതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്നാണ് ഈ പെണ്ണുങ്ങളെല്ലാം ഈ ആണുങ്ങളെല്ലാം പറയുന്നത്. സൈക്കിളിൽ വരിക, പാസ്റ്റർ ഇന്നോവേ പോകണം. പാസ്റ്റർക്ക് 2-3 മക്കളുണ്ടെങ്കിൽ മക്കളെല്ലാം അമേരിക്കയിലും ഗൾഫിലും എല്ലാ സ്ഥലത്തും പോകണം. അങ്ങനെ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, മൊത്തം അനുഗ്രഹിക്കപ്പെടുന്നു. ഇതൊന്നുമല്ല ബൈബിളിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ ആളുകൾ തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ബൈബിളിൻ്റെ ഭാഷയും രീതിയൊക്കെ. ഇതൊന്നുമല്ല ബൈബിളിൻ്റെ ഭാഷ. നമ്മൾ കണ്ടതുപോലെ ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ, വിശേഷാൽ ഒരു സുവിശേഷകനെ വാർത്തെടുക്കുകയാണ്. എങ്ങനെ വാർക്കുന്നത്? അടിപ്പ് പണിയായി അടിച്ചൊരുക്കുകയാണ്. അങ്ങനെ നാളുകളായി അവനെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ട്, ഫിലിപ്പിയിലൊരു അനുഭവമല്ലേ, തെസ്സലോനിക്കയിലെ അനുഭവം ഒന്ന് വേറെയല്ലേ, അല്ലേ? ഈ അടുത്തിടയ്ക്ക് ഞാൻ ചില വീഡിയോസ് കണ്ടു. അമേരിക്കയിലൊക്കെയുള്ള യൗവനക്കാരായ കുറേ ശുശ്രൂഷകർ അമേരിക്കയിലൊക്കെ ഉണ്ട് കേട്ടോ, യൗവനക്കാരായ. അവിടെ ജനിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവിടെയൊക്കെ ജനിച്ച പുള്ളികളാണ്. നമ്മുടെ കൂട്ട് കപ്പയും ചക്കയും മാങ്ങയൊന്നും തിന്നിട്ടൊന്നും അല്ല അവർ വരുന്നത്. അവർ 5 സ്റ്റാറും പിന്നെ ആ സാധനങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ആകെ ഒരു പരുവത്തിലിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് തോന്നും എയർ ഇന്ത്യയിലെ ഒരു ടിക്കറ്റ് അങ്ങ് എടുക്കുന്നു, ഇന്ത്യയിലേക്കൊന്ന് പോയേക്കാം. ഇന്ത്യയിലൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും നോക്കിയിരിക്കുകയാണ് ഈ അമേരിക്കക്കാർ വരുന്നു വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നു, തുള്ളുന്നു, ചാടുന്നു, വീഴുന്നു. എന്തല്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടേ, യൂട്യൂബിൽ കണ്ടതാ. എന്തോ ഒരു തരം മെറൂണോ എന്തോ ഒരു തരം പർപ്പിളോ ആ നിറത്തിലുള്ള ഒരു കുപ്പായം ഇട്ട ഒരു മെത്രാച്ചനല്ലോ സോറി ആ നിറത്തിലുള്ള കുപ്പായം ഇട്ട ഒരു ബിഷപ്പ് കാത്തലിക്കാന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അതോ CNI ആണോ? എന്താണേലും പുള്ളിക്കാരൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് പെൺപിള്ളേരെല്ലാം സ്പ്രിങ് കിടന്ന് തുള്ളുന്ന പോലെയാണ് തുള്ളുന്നത്. എല്ലാം തെറിച്ചു പോവുക. ആണുങ്ങളെല്ലാം കൈയും കാലും ഇട്ട് നമ്മളെ പണ്ട് ഞാനിത് കണ്ടിരിക്കുന്ന എവിടെയാണെന്നറിയാവോ? പണ്ട് കണ്ടിരിക്കുന്ന അവസ്മാരം എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. ഈ അവസ്മാരം വരുമ്പോൾ ഈ 2 കാലും ഇട്ടടിക്കില്ല, അതിൽ ഒരു കാലാന്ന് എനിക്ക് തോന്നണേ. അങ്ങനെയെല്ലാം വന്നവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സമയമില്ല. അപ്പോൾ ഈ ഒരു കാലിട്ട് ഇങ്ങനെ ഇട്ട് വറപ്പിക്കും. ഇപ്പോൾ എനിക്ക് കാല് പൊക്കി കാണിക്കാൻ പറ്റില്ല. ഒരു കാലിട്ട് ഇങ്ങനെ വറപ്പിക്കും, മറ്റേ കാല് ഇച്ചിരി സൈലൻ്റ് ആയിരിക്കും. ഞാൻ അങ്ങനത്തെ വീഡിയോ കണ്ടുവന്നേ. തിരുവനന്തപുരത്തിൻ്റെ അപ്പുറമൊക്കെ ചില ആളുകളെ ഇങ്ങനെ വീഴ്ത്തുന്നു. അവർ വീഴ്ത്തുന്നതാണോ തന്നെ വീഴുന്നതാണോ, എന്നിട്ട് ഇങ്ങനെ അവർ കിടന്ന് വറയ്ക്കുന്നു. പെൺപിള്ളേർ ഒരു പെണ്ണും വേറൊരു പെണ്ണിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നെഞ്ചും കൂടിലേക്കൊക്കെ പോയാൽ വീഴുന്നെങ്കിൽ ആള് ചത്തുപോവില്ലേ? 10-100 കിലോ ഉള്ള അടുത്ത ആള് ഈ കൊച്ചു പെൺപിള്ളേരുടെ മുതുകത്തേക്ക് അതുങ്ങൾ വന്നും മറിഞ്ഞു വീഴുക, ബെല്ലുമില്ല ബ്രേക്കും ഇല്ലാതെ. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ആഘോഷമായിട്ട് കിടന്ന് കൈകാലിട്ടടിച്ച് പിടയ്ക്കുന്നു. മീൻ പിടയ്ക്കുന്നതായിട്ടില്ലേ? കൊച്ചിക്കാർക്കൊക്കെ അറിയാം മീൻ പിടയ്ക്കുന്നത്. അങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ്. അതൊന്നുമല്ല നമ്മളിപ്പോൾ വായിച്ചത്. പുതിയ നിയമ ശുശ്രൂഷയോ ക്രൈസ്തവ ജീവിതമോ ഇതൊന്നും അല്ല. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതാണോ? ഇവിടെ എത്തുന്ന 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങൾ അറിയും പോലെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? ഇങ്ങനെ അവൻ തുള്ളി ഇവൻ തുള്ളി തുള്ളിപ്പിക്കുന്ന കണ്ടിട്ട് അതാണോ ക്രിസ്ത്യാനിറ്റി? അതാണോ ഈ പെന്തക്കോസ്റ്റ് അനുഭവം എന്ന് പറയുന്നത്? പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലൈഫാണ്, അല്ലേ? ഒരു ജീവിത രീതിയാണ്. ഇതാണോ പെന്തക്കോസ്റ്റ് അനുഭവം? ഇങ്ങനെയാണോ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്? പരിശുദ്ധാത്മ ശക്തിയിൽ ആത്മനിറവിൻ്റെ അനുഭവത്തിൽ ആളുകൾ വീണിട്ടുണ്ട്, ഉരുണ്ടിട്ടുണ്ട്, മറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ് മലയാളക്കരയിൽ.
അല്ലാതെ പൂർവന്മാരായ പിതാക്കന്മാരൊക്കെ ആരെയും തെള്ളിയിട്ടതായിട്ട് ചരിത്രമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, മലയാളക്കരയിൽ ഉണർവുകൾ നടന്നിട്ടുള്ള സ്ഥലമുണ്ട്. തുവയൂരും പൂവത്തൂരും ഒക്കെ, അതിൽ ഗംഭീര ഉണർവ് നടന്ന സ്ഥലമാണ് പൂവത്തൂര്. ആറന്മുളയിലും ഇടയാറന്മുളയിലും ഒക്കെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതായത് എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു സ്നേഹിതൻ, ഒരു ദേവദാസൻ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അദ്ദേഹം അമേരിക്കയിൽ വെച്ചാണ് മരിച്ചുപോയത്. അദ്ദേഹം വളരെ കാലം അവിടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ കുക്കു സാഹിബിൻ്റെ കൂടെ സന്തത സഹചാരിയായി നടന്നിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം വേർപാടുകാരുണ്ടായിരുന്നു. ഈ വേർപാടുകാരുടെ ഇടയിൽ ഒരു ആത്മീയമായൊരു ചിന്ത, ഉയർന്ന ചിന്ത വന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചും വചനത്തിൻ്റെ ആഴങ്ങളും ഗ്രഹിക്കാനായിട്ട് അവരുടെ ആ ഒരു പഴയ ചാണകം വഴിയ തറയിൽ, ആ പുല്ലുമേഞ്ഞ വീട്ടിൽ ഒത്തുകൂടി. ആ വീട്ടിലേക്കാണ് അങ്ങ് തിരുനെൽവേലിക്കാരൻ ART അതിശയം കടന്നു വരുന്നത്. ART അതിശയം, അങ്ങനെ ART അതിശയം, തങ്കയ്യ അതിശയം കടന്നു വരുന്നത്. അങ്ങനെ ഇവരവിടെ ഒരുമിച്ച് കൂടി പാട്ടും പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുന്നു, വചനം ധ്യാനിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ART അതിശയം എന്ന് പറയുന്ന ആ ബഹുമാനായ കർത്തൃദാസൻ അവിടെ ആരുടെയും കഴുത്തെ പിടിച്ച് കറക്കുകയോ അവിടെ വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ഇങ്ങനെയിട്ട് വിറപ്പിക്കുന്ന വീഡിയോ എങ്ങനെയൊന്ന് കാണിക്കുന്നേ, വേണ്ട, വിട്ടേക്കാം. ഇനി അതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ അവർക്കും വിഷമം വരും, അത് വേണ്ട. അപ്പോൾ അന്നത്തെ കാലത്ത് ART അതിശയോടെ വന്നിട്ടുണ്ട്. അങ്ങനെ പലരും ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവരൊന്നും ആരെയും തള്ളിയിട്ടിട്ടില്ല, മറിച്ചിട്ടിട്ടില്ല. പരിശുദ്ധാത്മ നിറവ് വന്നപ്പോൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പ്രാക്ടീസായിട്ട് എടുത്തിട്ടില്ല, അതൊന്നും ഒരു ഉപദേശമായിട്ടല്ല കൊണ്ടു നടക്കുന്നത്. ആത്മനിറവിൻ്റെ അനുഭവം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിനാണ് ആത്മനിറവ്. അവർ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു. പിന്നെ എന്താ, അങ്ങനെ ആഴമേറിയ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയി. മലയാളക്കര ഉണർന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ആ നവീകരണവും ആ ഉണർവും ധാരാളമായി കടന്നു വന്നത്. മനസ്സിലാക്കണം, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ആ കാലഘട്ടത്തിൽ വലിയ ഉണർവ് സംഭവിച്ചത്. ഞാനൊരു കൊച്ചു ചരിത്രവും കൂടെ ചേർത്ത് വെച്ച് പറയാം. പണ്ട് കാലത്ത് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് സായിപ്പ്മാർ വന്ന കാര്യം നമുക്കറിയാമല്ലോ. CMSൻ്റെ മിഷണറിമാർ. അങ്ങനെ CMSൻ്റെ മിഷണറിമാർ കോട്ടയത്ത് വന്നു. അവർ ചുങ്കം സെമിനാരിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്നു. കോട്ടയത്ത് അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. വളരെ കാലങ്ങൾക്ക് മുമ്പാണ്, 1800കളുടെ ആ ഒരു പരിസരമാണ് ഞാനീ പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിൽ ആകർഷരായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള വൈദികരായ ആളുകൾ, വിശേഷിച്ച് മൽപ്പാന്മാരെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്, അധ്യാപകർ, അത്തരത്തിൽപ്പെട്ട ചിലരൊക്കെ, അതായത് പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ, കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ വളരെ ഉത്സാഹികളായി ഇവരിൽ നിന്ന് വചനം കേൾക്കുകയും വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും വിശുദ്ധ ബൈബിളിനെ കുറിച്ചും ഒക്കെയുള്ള ബോധ്യങ്ങളിലേക്ക് കടന്നു വന്ന് നവീകരണം ആരംഭിക്കുകയാണ്. അതാണ് പിൽക്കാലത്ത് നവീകരണ സഭ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മലങ്കര മർത്തോമ സുറിയാനി സഭ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഒരു നവീകരണം ഈ സമൂഹത്തിലാണ് ഉണ്ടായത്. അങ്ങനെ ആ നവീകരണം ഉണ്ടായ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പ്രസംഗകരൂടെ വരികയാണ്. ഇന്ന് നമ്മളീ കാണുന്ന ഈ യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള സഭ തന്നെയാണ്. ഇത് ഒരുമിച്ചായിരുന്നല്ലോ അന്ന്. അവരുടെ മദ്ബഹായുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അമ്മാൾ വേദനായകം, തിരുനെൽവേലിക്ക് അടുത്തുള്ള അമ്മാൾ വേദനായകം എന്ന് പറയുന്ന സ്ത്രീ പ്രസംഗിച്ചിരുന്നത്. അതുപോലെ ജോൺ അരുളപ്പൻ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്ന് പ്രസംഗിച്ച ആളുകളാണ്. സുവിശേഷം പ്രസംഗിച്ചു, വചനം പ്രസംഗിച്ചു. ഇന്നാണെങ്കിൽ ഓർത്തഡോക്സുകാരുടെയോ യാക്കോബക്കാരുടെയോ അവിടെ വന്നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ശവം പോലും കിട്ടില്ല അടക്കാൻ. തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലഘട്ടത്തിലെ മലങ്കര മെത്രാപ്പൊലീത്ത അതിനുള്ള അവസരം കൊടുത്തു. വന്നവരൊക്കെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നീട് നമുക്കറിയാവുന്ന കാര്യമുണ്ട്, വേർഡ്സ്വർത്തിന്റെ കാര്യം, അതുപോലെ ഈസ്തോസ് ജോസഫിൻ്റെ കാര്യം. ഇങ്ങനെ പലരും സുറിയാനി സഭയിൽ ആ കാലഘട്ടത്തിൽ കടന്നു വരികയും അതേസമയം തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന സായിപ്പന്മാർ, ജോസഫനും ജോസഫ് പിറ്റും അങ്ങനെയുള്ളവരൊക്കെ ഈ ചുങ്കം സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് അവിടെയും അവരുടെ ഊർജിതമായ പ്രവർത്തനങ്ങളിലൂടെ പലരെയും ദൈവവചനത്തിലേക്ക് തിരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നവീകരണം ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ മർത്തോമ സഭ എന്ന് പറയുന്ന ആ കൂട്ടം അവർ മാരാമണിൽ കൺവെൻഷനൊക്കെ വെച്ച കാര്യം അത് ഇന്നും തുടരുന്നുണ്ട്, ചടങ്ങ് പോലെ. എന്നാൽ ആ കാലഘട്ടത്തിൽ അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലെ പ്രസംഗകരിൽ ഒരാളാണ് നമ്മൾ പറയുന്ന സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. അതുപോലെ പലരും
പലരും പല പ്രസംഗരൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബ്രദറൻ മൂവ്മെൻറ്റ് നല്ല നിലയിൽ മുൻപോട്ട് വരുന്നു. പിന്നത്തേതിൽ കൊട്ടാരക്കര തൃക്കണമംഗലിൽ നടന്ന ബ്രദറൻ കൺവെൻഷനിൽ ജോർജ് ബർജസ് എന്ന് പറഞ്ഞ സായിപ്പ് അന്യഭാഷയിൽ സംസാരിക്കുകയും അങ്ങനെ പെന്തക്കോസ്തിൻ്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ മലയാളക്കരയിൽ അത് ആരംഭിക്കുകയും പിന്നീട് ഇവിടെ കുക്ക് സായിപ്പ് വന്നു, മറ്റ് മിഷണറിമാർ വന്നു, പല മിഷണറിമാർ വന്നു. അങ്ങനെ വലിയ മുന്നേറ്റങ്ങളുണ്ടായി, സുവിശേഷ മുന്നേറ്റങ്ങളുണ്ടായി. കുക്ക് സാഹിബിൻ്റെയൊക്കെ ശുശ്രൂഷകൾ, അതുപോലെ മേരി ചാപ്മാൻ, അങ്ങനെ എത്ര പേരാ സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിലും കേരളത്തിലുമായി ശുശ്രൂഷിച്ചവരൊക്കെ. അവിടെയൊക്കെ ശുശ്രൂഷയിൽ വചനവും വചനത്തിൻ്റെ ആഴങ്ങളും വെളിപ്പെട്ടു. അതുപോലെ തന്നെ രോഗികൾ സൗഖ്യമായി. അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ കേട്ടോ, ആളെ കൊണ്ടുവരാൻ വേണ്ടിയല്ല, വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ കയ്യാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അങ്ങനെ മലയാളക്കരയിൽ ആ ഒരു ഉണർവ് വ്യാപരിക്കുകയൊക്കെ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആത്മാവിൽ വൻകാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അന്ന് ഇവരാരും, ഈ പറയപ്പെട്ട ശ്രേഷ്ഠരായ ശുശ്രൂഷകരാരും ഒരുവനെ പോലും പിടിച്ചുന്തിയിട്ടില്ല. 3-ാം തലമുറയോ 10-ാം തലമുറ പെന്തിക്കോസ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഈ പറയപ്പെട്ട ഭക്തന്മാരായവരാരും ആരെയും തള്ളിയിട്ടില്ല, പിടിച്ച് തള്ളിയിടുകയോ മറിക്കുകയോ ഒന്നും ചെയ്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ സംഭവിച്ചപ്പോഴൊക്കെ ജനം ആത്മീയമായി ഉണരുകയും മുന്നേറുകയായിരുന്നു. അതിന് പകരം ഇന്ന് കാണുന്ന പോലത്തെ നേരം പോക്കല്ല. ഇനി അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്കൊന്ന് ഉറ്റു നോക്കണമല്ലോ. ഇന്ന് ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഒന്ന് ആ കാര്യം ബോധ്യപ്പെടുത്തണം. അവിടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തെസ്സലോനിക്ക ലേഖനം, അതായത് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2ഉം 4ഉം ഈ വാക്യങ്ങളൊക്കെ നിറവേറുന്ന നമ്മൾ കാണുന്നത്. ഈ വാക്യങ്ങളൊക്കെ നിറവേറുകയാണ്. അവരെയൊക്കെ കൊള്ളാകുന്നവരായി തെളിയിച്ചെടുക്കുകയാണ്. സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി പണിയപ്പെടുകയാണ്. ആ കാലഘട്ടത്തിലെല്ലാം ഭക്തന്മാർ പണിയപ്പെടുകയാണ്. എല്ലാവരും അവരെ ഉൾക്കൊണ്ടില്ല. ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യാനികളും പിന്നത്തേതിൽ അവരെ ഉൾക്കൊണ്ടൊന്നുമില്ല. അതിന് മുൻപ് ഞാൻ പറഞ്ഞു സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണർവും നവീകരണമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ അതൊക്കെ കെട്ടുപോയിട്ട് പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് വന്നപ്പോൾ ഒരു പെന്തക്കോസ്റ്റ് മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റത്തിൽ ഉണർവുകളുണ്ടായി. ഈ പറഞ്ഞ കൂട്ടങ്ങളിൽ നിന്ന് ജനം ഇറങ്ങി വന്നു. അതിനകത്ത് വലിയ വിപ്ലവമൊന്നും ഉണ്ടായില്ല. സമുദായ സഭകൾക്കകത്ത് വലിയ വിപ്ലവം ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പീരീഡിൽ ഈ പെന്തക്കോസ്റ്റിൻ്റെ ലീഡേഴ്സ്, അതിൽ ശുശ്രൂഷകർ ശുശ്രൂഷിച്ച് തുടങ്ങിയപ്പോൾ ധാരാളം പേര് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. വേർപാടിൻ്റെ ഉപദേശം ശക്തമായി ഘോഷിക്കപ്പെട്ടു. പെന്തക്കോസ്റ്റ് മുന്നേറ്റമുണ്ടായി. സ്നാനങ്ങൾ, എത്ര സ്നാനങ്ങളാണ് നടക്കുന്നത് ഇന്ന്. പല ചർച്ചിൻ്റെ സ്നാനക്കുളങ്ങൾ ഉണങ്ങി വരണ്ട് തവിടുപൊടിയായി കിടക്കുക. 10-20 കൊല്ലങ്ങളായി പലയിടത്തും ഒരു സ്നാനം നടന്നിട്ട്. കാരണം എന്നാ? ഈ സഭകളിലൊന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല, ബലിപീഠം വെളിപ്പെടുന്നില്ല, ക്രൂശ് വെളിപ്പെടുന്നില്ല, ഒന്നും വെളിപ്പെടുന്നില്ല. പകരം അവരവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ്. പാസ്റ്റർ ഉത്കണ്ഠയിലാണ് സഭായോഗത്തിന് വരുന്നത്. തൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ടും തൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഓർത്തിട്ടും.